കേട്ടില്ലേ, ഇതിൽ വരുന്ന 540 ഡിഗ്രി ക്യാമറ ആണ്. മാത്രമല്ല ട്രാൻസ്പെറൻറ്റ് മോഡ് വരുന്നുണ്ട്. വാഹനത്തിന്റെ അടിഭാഗം വരെ നമുക്ക് കാണാം. അപ്പോൾ താഴ്ഭാഗത്ത് വല്ല കല്ലോ കട്ടറോ എന്തെങ്കിലും കുഴി ഉണ്ടെങ്കിൽ അത് വരെ നമ്മുടെ ക്യാമറയിൽ, വാഹനത്തിൽ താഴെ എന്താ നടക്കുന്നത് വരെ നമുക്കിവിടെ അറിയാനായിട്ട് വരും. ഓഫും മിററൊക്കെ അൺഫോൾഡ് ആയി. അപ്പോൾ അത്യാവശ്യം അതിന്റെ ക്യാമറ സെൻസേഴ്സ് ഒക്കെ വർക്ക് ചെയ്യും. ദേ വരുന്നു, കണ്ടോ? ഡ്രൈവർ ഇല്ലാതെ വാഹനം നമുക്ക് കൺട്രോൾ ചെയ്ത് പ്രസ് ചെയ്ത് പിടിക്കണം. എപ്പോഴാണ് നമ്മളത് വിടുന്നത്, അപ്പോൾ വണ്ടി അവിടെ ബൂസ്റ്റ് മോഡ് ഇടുക, കാല് കൊടുക്കുക, നമ്മളെ പുറകിലേക്ക് തള്ളി പിടിച്ചുകൊണ്ട് ഒരു പോക്കുണ്ട്. വലിച്ച് പായുന്ന ആ ഒരു ഫീലോട് കൂടിയിട്ട് അത് താഴേക്ക് നമ്മൾ പ്രസ് ചെയ്ത് പിടിക്കണം, മുകളിലേക്കും പ്രസ് ചെയ്ത് പിടിക്കണം. വൺ ടച്ച് അപ്പ് ആൻഡ് ഡൗൺ ഒന്നും കൊടുത്തിട്ടില്ല. അതൊക്കെ ഈ വിലയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതാണ് എന്നുള്ളതാണ് കേട്ടോ. അതിൽ പുറകിൽ ഇരുന്നിട്ട് എക്സ്പീരിയൻസ് ചെയ്ത് നോക്ക്. ഈ സെഗ്മെന്റിൽ മറ്റൊരു വാഹനത്തിലത്തെയും കംഫർട്ടോട് കൂടി നിങ്ങൾക്ക് യാത്ര ചെയ്യാനായിട്ട് പറ്റില്ല. ലൈഫ് ടൈം വാറന്റി ആണ് ഹാരിയറിന്റെ ബാറ്ററിക്ക് വരുന്നത്. കൂടാതെ നമുക്ക് 15 മിനിറ്റ് ചാർജ് ചെയ്താൽ മതി 250 കിലോമീറ്റർ ഓടാനായിട്ട്. കൂടാതെ 6 സെക്കൻഡ് കൊണ്ടൊക്കെ 0-100 എത്താനുള്ള പെർഫോമൻസ് വരുന്നുണ്ട്. അങ്ങനെ ഏത് രൂപത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സെഗ്മെന്റ് ഭരിക്കാൻ പോകുന്ന ഒരു മുതലാണ് ടാറ്റ ഹാരിയർ EV എന്ന് പറയാം. ഈ സെഗ്മെന്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഏതൊക്കെ മോഡൽ എന്ന് മനസ്സിലായിട്ടുണ്ടാവും. എന്തായാലും ആ ഒരു സെഗ്മെന്റ് ഭരിക്കാൻ വേണ്ട ലുക്ക് സ്വാഭാവികമായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഡിസൈൻ വന്നിട്ടുണ്ട്. പെർഫോമൻസ് ഏറ്റവും ബെറ്റർ എന്ന് പറയാവുന്നതും ഏറ്റവും ടോപ്പ് എന്ന് പറയാവുന്നതും ഹാരിയർ EVക്കാണ് വരുന്നത്. ഡയമെൻഷൻ ഏറ്റവും വലുത് വരുന്നത് ഹാരിയർ EV ആണ്. അങ്ങനെ ഒരുപാട് ലക്ഷറി ഫീച്ചേഴ്സാണ്, ടെക്നോളജിയാണ്. ഇതിനൊക്കെ മുകളിൽ എന്നെ ഇംപ്രസ് ചെയ്ത കാര്യം ഇതിൻ്റെ പ്രാക്ടിക്കാലിറ്റിയാണ്. അതായത് ഇതിൽ കൊടുത്തുള്ള ഫീച്ചേഴ്സൊക്കെ നമുക്ക് യൂസ്ഫുൾ ആണ് എന്നുള്ളതാണ്. അനാവശ്യമായിട്ടുള്ള ഫീച്ചേഴ്സ്, കാര്യങ്ങൾ, വെറുതെ കുറേ ഡിസൈൻ എലമെൻറ്റ്സ് അങ്ങനെയൊന്നുമില്ല. സിമ്പിളാണ്, പവർഫുൾ ആണ്, പ്രാക്ടിക്കലാണ്. ഓരോ കാര്യങ്ങളും വിശദമായിട്ട് ഞാൻ പറഞ്ഞുതരാം. അതിൻ്റെ മുൻവശത്തെ ലുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നോർമൽ ഹാരിയർ ആയിട്ട് നിങ്ങൾക്ക് തോന്നും, പക്ഷേ ഇത് നോർമൽ ഹാരിയർ അല്ല. ടാറ്റയുടെ ARC.EV പ്ലസ് എന്ന് പറയുന്ന ഏറ്റവും പുത്തൻ പ്ലാറ്റ്ഫോമിൽ വന്നിട്ടുള്ള ഒരു മോഡലാണ്. QWD എന്ന് പറയുന്ന 4-wheel ഡ്രൈവ് സിസ്റ്റം ആണ് വരുന്നത്. ഇതൊന്നും നമ്മുടെ നോർമൽ ഡീസൽ ഹാരിയറിൽ കിട്ടാത്തതാണ്. അപ്പോൾ ഓൾ ഇൻ ഓൾ ഒരു പുത്തൻ വാഹനമാണ്. ഹാരിയറിൻ്റെ ഒരു ലുക്ക് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ആ പേര് ക്യാരി ചെയ്യുന്നുണ്ട് എന്ന് മാത്രമേ വരുന്നുള്ളൂ. മുൻവശത്ത് നോക്കിക്കഴിഞ്ഞാൽ DRLും അതുപോലെ സീക്വൻഷ്യൽ ഇൻഡിക്കേറ്റേഴ്സ് കാണാനായിട്ട് സാധിക്കും. ഒരു പൊസിഷൻ ലാമ്പ് വരുന്നുണ്ട്, നമ്മൾ ഫുൾ ഫ്രണ്ട് മൊത്തം കവർ ചെയ്യുന്ന രൂപത്തിൽ വന്നിട്ടുണ്ട്. ഒരുപാട് ഗ്ലോസി എലമെന്റ്സ് വന്നിട്ടുണ്ട്. ഈ ഒരു ഗ്രിൽ ഏരിയ കവേർഡ് ആണ്. നമ്മൾ ഡീസൽ വണ്ടിയിൽ ഇവിടെ ഓപ്പൺ ആണെന്നുണ്ടെങ്കിൽ ഇത് കവേർഡ് ആണ്. നമ്മുടെ നമ്പർ പ്ലേറ്റ് അല്ലാതെ നമുക്ക് ഫ്രണ്ട് ലുക്കിൽ നിന്നും ഇത് EV ഹാരിയർ ആണെന്ന് തിരിച്ചറിയാൻ ഏറ്റവും ബെറ്റർ ഈ ഒരു ഗ്രില്ല് നോക്കുകയാണെന്നുള്ളതാണ്. ടാറ്റയുടെ ലോഗോ ഇത്തരം വില കൂടിയ വാഹനങ്ങളിൽ കുറച്ചുകൂടി നന്നാക്കി കൊടുക്കാൻ അവർ ശ്രമിക്കേണ്ടതാണ് എന്നൊരു അഭിപ്രായം കൂടിയുണ്ട്. അത് ഒരുപാട് പേർക്കുള്ള ഒരു അഭിപ്രായമാണ്. നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കണം. അതുപോലെ 360 ഡിഗ്രി ക്യാമറ ഭാഗമായിട്ടുള്ള ക്യാമറ താഴെ കാണാനായിട്ട് സാധിക്കും. ഓൾറെഡി നമ്മളതിൻ്റെ ഒരു ഇൻഫിനിറ്റി മോഡ് കാര്യങ്ങൾ അല്ലെങ്കിൽ ട്രാൻസ്പെറൻറ്റ് മോഡൊക്കെ നമ്മൾ കാണിച്ചു തരുന്നതായിരിക്കും. കാരണം നേരത്തെ പറഞ്ഞല്ലോ, നമുക്ക് 360 ഡിഗ്രി ക്യാമറ നമ്മൾ കണ്ടു, പക്ഷേ ഇത് 540 ഡിഗ്രി എന്ന് പറയുമ്പോൾ അത് അനുഭവിച്ചറിയേണ്ട ഒരു കാര്യം തന്നെയാണ് എന്നുള്ളത്. താഴേക്ക് വന്നാൽ എയർ ഡാം കാണാം. അതിൽ തന്നെ അഡാസിൻ്റെ ഭാഗമുള്ള റഡാർ സിസ്റ്റം കാര്യങ്ങളൊക്കെ ഘടിപ്പിച്ചിട്ടുണ്ട്. മുൻവശത്ത് നമുക്ക് പാർക്കിംഗ് സെൻസേഴ്സ് വരുന്നുണ്ട്. ഹെഡ് ലാമ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബൈ പ്രൊജക്ടർ ഹെഡ് ലാമ്പ് യൂണിറ്റ് നമുക്ക് ലഭിക്കുന്നുണ്ട്. അതിൻ്റെ താഴെയായിട്ട് ഫോഗ് ലാമ്പ് വിത്ത് കോർണറിംഗ് ഫംഗ്ഷനോട് കൂടി വന്നിട്ടുണ്ട്. അതിന് താഴെ നമുക്കൊരു എയർ വെൻസ് കാണാം, എയർ കർട്ടൻ എന്ന് വിശേഷിപ്പിക്കുക. അത് ഫംഗ്ഷനിലായിട്ടും നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ മുൻവശത്തെ പ്രധാന കാര്യങ്ങൾ വരുന്നത്. ഫുഡ് കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് നമ്മുടെ നോർമൽ ഡീസൽ ഹാരിയറിൽ നമ്മൾ കണ്ട പോലെ തന്നെയാണ്. മാസീവ് പ്രസൻസ് എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റാണ് കേട്ടോ, അതിൽ നോ കോംപ്രമൈസ് ആണ് കേട്ടോ. ഇനി വശങ്ങളിലെ കാഴ്ചയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ വലിയ ടയേഴ്സ് ആണ് എന്ന് മാത്രമല്ല, അത് ഇതിൽ നൽകിയിട്ടുള്ളത് EV സ്പെസിഫിക് ആണ്. അതായത് EVക്ക് വേണ്ടി ലോ റെസിസ്റ്റൻസ് ടയർ കാര്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. 19 ടയർ വന്നിട്ടുള്ളത് 245, 55 പ്രൊഫൈലുള്ള 19 സാധാരണ നമ്മൾ EV വാഹനങ്ങൾ കാണുന്ന പോലെ എയറോ ഡിസൈനാണ് ആലോചിച്ച് നൽകിയിട്ടുള്ളത്. 4 വീലിലും ഡിസ്ക് ബ്രേക്കും വരുന്നുണ്ട്. മുൻവശത്ത് നമുക്ക് ഇപ്പോൾ കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ സസ്പെൻഷൻ മാറ്റേണ്ടത്, ഞാൻ പറഞ്ഞതിൻ്റെ ഫ്രെയിം ഷാസി മാറ്റേണ്ടത് നോർമൽ ഹാരിയർ ആയിട്ട്. അത് മാത്രമല്ല സസ്പെൻഷൻ മാറ്റേണ്ടത് ഫ്രണ്ട് സെയിം തന്നെയാണ് വരുന്നത്. പക്ഷേ റിയറിലേക്ക് വരുമ്പോൾ നമുക്ക് ഇതിലൊരു മൾട്ടിലിങ്ക് സസ്പെൻഷൻ വിത്ത് സ്റ്റെബിലൈസർ ബാർ, കൂടാതെ നമുക്കൊരു ആക്റ്റീവ് ഡാമ്പിംഗ് ഫ്രീക്വൻസി സെറ്റപ്പ് കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ കുറച്ചുകൂടി യാത്രാസുഖം ഇതിനായിരിക്കും കൂടുതൽ. കാരണം ബാറ്ററി പാക്ക് കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട്, വെയിറ്റ് കൂടിയതുകൊണ്ട് നമ്മൾ നോർമൽ സസ്പെൻഷൻ കാര്യങ്ങളോട് ചിലപ്പോൾ നമുക്ക് ചാട്ടം കൂടുതൽ ഫീൽ ചെയ്യും. എന്നാൽ അതില്ല, നമുക്ക് എത്രയും വലിയ കട്ടർ കാര്യങ്ങളിലൂടെയൊക്കെ പോകുമ്പോൾ ഗ്ലൈഡ് ചെയ്ത് പോകുന്ന ഒരു ഫീൽ, നമുക്കൊരു ലക്ഷറി കാറിൻ്റെ കംഫർട്ട് ലഭിക്കുന്ന ക്യാബിനും സസ്പെൻഷൻ സെറ്റപ്പുമാണ് നമ്മുടെ ഹാരിയർ EVക്ക് നൽകിയിട്ടുള്ളത്. വശങ്ങളിൽ പ്രധാന ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ നമുക്കിത് ഫുഡ് സ്റ്റെപ്പ് നൽകിയിട്ടുണ്ട്. അത് ഫംഗ്ഷനിലാണിത്. ചവിട്ടി കയറാം, അതിൽ ഭാരം കയറ്റാം, അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് വെറുതെ ഭംഗിക്ക് വെച്ചിട്ടുള്ളതല്ല എന്ന് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ORM നോക്കുകയാണെങ്കിൽ തന്നെ അതിൽ തന്നെ ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടുണ്ട്. 360 ഡിഗ്രി ക്യാമറ കാണാൻ സാധിക്കും. കൂടാതെ ഇതിന് താഴെ നിന്ന് നമുക്ക് ഹാരിയർ എന്നുള്ള പ്രൊജക്ഷൻ ലൈറ്റ് വരുന്നതാണ്. അതൊക്കെ നമുക്ക് രാത്രിയാണ് കാണാൻ സാധിക്കുള്ളൂ. ഇതിനൊക്കെ പുറമെ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാനും ഫോൾഡ് ചെയ്യാനും ഒക്കെ സാധിക്കും. പക്ഷേ അതിന് മുകളിലായിട്ട് നമുക്ക് മെമ്മറി സെറ്റ് ചെയ്യാനും സാധിക്കും എന്നുള്ളതാണ്. നോർമലി സീറ്റ് മെമ്മറി നമ്മൾ കണ്ടിട്ട് അത് ORMന് നമുക്ക് മെമ്മറി സെറ്റ് ചെയ്തുകൊണ്ട് ഓടിക്കാം എന്നുള്ളതാണ്. അൾട്രാ ലക്ഷറി ആയിട്ടുള്ള വാഹനങ്ങളിൽ കാണുന്ന ഒരു ഫീച്ചറാണ് അത് എന്ന് പറയാം. .EV എന്ന് പറയുന്ന ടാറ്റയുടെ എല്ലാ ഇലക്ട്രിക് വാഹനങ്ങളും കാണുന്ന പോലുള്ള ഒരു ബാഡ്ജിങ് നമുക്ക് വശങ്ങളിലെ ഡോറിലായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അസിസ്റ്റീവ് ബട്ടൺ ഡ്രൈവർക്കും പാസഞ്ചർ സൈഡിലും നൽകിയിട്ടുണ്ട്. അതുപോലെ നമ്മളിപ്പോൾ കാണുന്ന ഒരു ഡുവൽ ടോൺ വാഹനമാണ്. ഒരു പ്യുർ ഗ്രേ എന്ന് പറയുന്ന ഒരു കളറാണ്. മൊത്തം 4 കളർ ഓപ്ഷനും കൂടാതെ ഒരു ഡാർക്ക് എഡിഷനും കൂടി, അങ്ങനെ മൊത്തം 5 കളർ ഓപ്ഷനിൽ നമുക്ക്
ഹാരിയർ EV ലഭിക്കുന്നുണ്ട്. അതുപോലെ 600 mm വാട്ടർ വെയ്ഡിങ് കപ്പാസിറ്റി നമുക്ക് വരുന്നത്. ഓൾറെഡി ഹാരിയർ മലയൊക്കെ കയറി പോകുന്ന ഒരു വാഹനമായിട്ട് നമ്മൾ കേരളത്തിലെ ഏറ്റവും വലിയ ഇതുവരെ ആരും കയറാത്ത മലയൊക്കെ കയറി നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം ഓഫ് റോഡ് കാപ്പബിലിറ്റി വരുന്ന വാഹനം കൂടിയാണ് ഹാരിയർ EV. അതുകൊണ്ട് 600 mm എന്ന് പറയുമ്പോൾ ഏകദേശം ഈ ഒരു ഹൈറ്റിലൊക്കെ നമുക്ക് വെള്ളത്തിലൂടെയും ഹാരിയർ EV ഓടിക്കാം. അത്യാവശ്യം ഒരു താറുമായിട്ട് വേണമെങ്കിൽ ആ ഒരു പർപ്പസ് വരെ മീറ്റ് ചെയ്യുമെന്നുള്ളത്. അപ്പോൾ അതാണ് പറയുന്നത്, ഒരു ഓൾറൗണ്ടർ ആണ് എന്നുള്ളത്. നമുക്ക് പെർഫോമൻസ് ഉണ്ട്, ഫീച്ചേഴ്സ് ഉണ്ട്, ഓഫ് റോഡ് പോകാനായിട്ട് സാധിക്കും. അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാം ഒത്തിണങ്ങി വരുന്നൊരു മോഡലായിട്ട് കണക്കാക്കാം. QWD എന്ന് പറയുന്ന നമ്മുടെ ഇതിൻ്റെ ഒരു 4-wheel ഡ്രൈവിൻ്റെ ടെക്നോളജിയുടെ ഒരു ബാഡ്ജിങ്, ഡുവൽ മോട്ടർ, അതായത് മുൻവശത്തും പുറകിൽ വീലുകൾക്ക് സെപ്പറേറ്റ് മോട്ടറുകൾ നൽകിയിട്ടുണ്ട്. റിയർ വീൽ മാത്രമായിട്ട് നമ്മുടെ ഹാരിയർ EV ലഭിക്കും കേട്ടോ. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് ഓടിക്കുന്ന സമയത്ത് വിശദമായിട്ട് പറയാം. വശങ്ങളിലേക്ക് വന്നാലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫീച്ചേഴ്സ്, പുറകിലേക്ക് വന്നാൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് വരുന്നുണ്ട്. അത് ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ടോപ്പിൽ ഷാർക്ക് ഫിൻ ആൻറ്റിനയിലായിട്ട് നമുക്കൊരു ക്യാമറ കാണാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. അത് നമ്മുടെ ERVM എന്ന് പറയുന്ന പുതിയ ഇലക്ട്രിക് IRVM ആണ്. നമ്മുടെ ഡ്രൈവർ പുറകിലേക്ക് കാണുന്ന നമ്മുടെ ക്യാബിനകത്തെ മിററിൽ നമ്മുടെ ഇതിൻ്റെ വിഷ്വൽ HD ക്വാളിറ്റിയുള്ള വിഷ്വൽ ലഭിച്ചുകൊണ്ടിരിക്കും. അവിടെ തീർന്നില്ല, ഇത് റെക്കോർഡ് ചെയ്യും 24/7. നമുക്ക് ഇതിലെ ഫ്രണ്ടിലെ വിഷ്വൽ ഇതൊരു ഡാഷ് കോം പോലെ വർക്ക് ചെയ്തിട്ട് ഫുൾ ടൈം റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കും. 128 GB സ്റ്റോറേജ് വരുന്നതുകൊണ്ട് അത് QR സ്കാൻ ചെയ്ത് നമ്മുടെ വൈഫൈ ആയിട്ട് കണക്ട് ചെയ്ത ഫോണിലേക്ക് അത് ഡൗൺലോഡ് ചെയ്ത് എടുക്കാമെന്നുള്ളതാണ്. ടോപ്പ് ക്ലാസ് ആയിട്ടുണ്ട്. ടാറ്റയ്ക്ക് ഒരു ലൈക്ക് കൊടുക്കണം. അത്തരത്തിലുള്ള ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് കാര്യങ്ങൾ ഇതൊക്കെ ഓൾറെഡി മാർക്കറ്റിൽ ഉള്ളതാണ്. പക്ഷേ അത് 1 കോടിക്ക് മുകളിലൊക്കെ ഉള്ള വാഹനങ്ങളേ ഉള്ളൂ എന്ന് മാത്രം. അതാണ് നമുക്ക് ഈ ഒരു ബഡ്ജറ്റിലേക്ക് ടാറ്റ കൊണ്ടുവന്നിട്ടുള്ളത് എന്നുള്ളതാണ്. ഒരു സ്പോയിലർ കാണാം, ഹൈമൗണ്ട് സ്റ്റോപ്പ് ലാമ്പ് വന്നിട്ടുണ്ട്, ഡീഫോഗർ, വൈപ്പർ തുടങ്ങിയ കാര്യങ്ങളൊക്കെ കാണാനായിട്ട് സാധിക്കും. അതുപോലെ ഓട്ടോ ബ്രേക്സ്, കീപ് ഡിസ്റ്റൻസ്, ഒരു വാർണിംഗ് കൊടുക്കുന്നത്. കാരണം ADAS ലെവൽ 2 ഫീച്ചർ വരുന്നതുകൊണ്ട് തന്നെ എന്തെങ്കിലും തടസ്സങ്ങൾ മുന്നിലുണ്ടെങ്കിൽ നമ്മൾ ബ്രേക്ക് ചെയ്തില്ലെങ്കിലും വാഹനം ഓട്ടോമാറ്റിക്കായിട്ട് ബ്രേക്കും. അപ്പോൾ അതിൻ്റെ ഒരു വാർണിംഗ് ആണ് ഈ ഭാഗത്തായിട്ട് നൽകിയിട്ടുള്ളത്. ഓൾറെഡി വാഹനം മാർക്കറ്റിൽ എത്തിയിട്ടില്ല, പക്ഷേ നമ്മുടെ ഗ്ലോബൽ അൺക്യാപ്പിൻ്റെ 5 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് ഓൾറെഡി നേടിക്കഴിഞ്ഞു ഹാരിയർ. അത് പാസഞ്ചർക്ക് അഡൾട്ടിന് മാത്രമല്ല നമ്മുടെ ചൈൽഡ് സേഫ്റ്റിക്കും രണ്ടും നമുക്ക് 5 സ്റ്റാർ ആണ് റേറ്റിംഗ് നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ്. പുറകിൽ ടൈൽ ലാമ്പ് നമുക്ക് LED യൂണിറ്റ് ആണ്. അതിൽ തന്നെ ഇൻഫിനിറ്റി ലാമ്പ്, മൊത്തം കണക്റ്റിംഗ് ടൈപ്പ് ലാമ്പ് നമുക്ക് പുറകിലും കാണാൻ സാധിക്കും. 360 ക്യാമറ ഭാഗമായിട്ടുള്ള ക്യാമറ വന്നിട്ടുണ്ട്. Harrier.ev എന്നുള്ളൊരു ബ്ലാക്ക് ബാഡ്ജിങ് കാര്യങ്ങൾ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഏറ്റവും താഴേക്ക് വന്നാൽ പാർക്കിംഗ് സെൻസറും അതുപോലെ സ്കിഡ് പ്ലെയിൻ്റെ ഏരിയയിൽ ചെറിയൊരു ഡിഫ്യൂസർ ഡിസൈൻ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നൈസായിട്ട് ചെയ്തിട്ടുണ്ട്, ഓവറായിട്ട് ഒന്നും ചെയ്തിട്ടില്ല. അതാണ് എനിക്കിതിൽ ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട്. പലരും ഇപ്പോൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് EV ആണല്ലോ, പ്രത്യേകമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ളൊരു കൺസെപ്റ്റിൽ അങ്ങോട്ട് ചെയ്ത് കൊളാക്കാറുണ്ട്. പക്ഷേ ടാറ്റ EVയുടെ കാര്യത്തിൽ എന്തായാലും അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഓവറാക്കി ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടില്ല. പിന്നെ പവർ ടെയിൽ ഗേറ്റ് നമുക്ക് വന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. ഗസ്റ്റർ കൺട്രോൾ ഉണ്ട്, നമ്മൾ വെറുതെ കാല് കാണിച്ചാലും അതുപോലെ കീലൊക്കെ നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. ഒരു പാർസൽ ട്രേ വന്നിട്ടുണ്ട്. അതുപോലെ ഈ ഒരു സെഗ്മെൻറ്റിൽ ഏറ്റവും ബെസ്റ്റ് ബൂട്ട് സ്പേസും. എഗെയിൻ ഞാൻ പറയുകയാണെങ്കിൽ ഈ സെഗ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, പ്രധാനമായിട്ടും മഹീന്ദ്രയുടെ വാഹനങ്ങൾ തന്നെയാണ് നമുക്ക് ഈ ഒരു സെഗ്മെൻറ്റിൽ ഒരു പരുക്കൻ SUV ആയിട്ട് നമ്മുടെ മാർക്കറ്റിൽ ഇപ്പോൾ ഇലക്ട്രിക് ആയിട്ട് വരുന്ന മോഡൽസ്. അപ്പോൾ അതുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഡയമെൻഷൻ സ്വാഭാവികമായിട്ട് കൂടുതൽ ഞാൻ ഓൾറെഡി പറഞ്ഞു. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഭാഗമായിട്ട് ഉള്ളിൽ സ്പേസും കൂടുതൽ വരും. 502 ലിറ്ററിൻ്റെ സ്റ്റോറേജ് ഏരിയ നമുക്ക് ബൂട്ടിൽ വരുന്നുണ്ട് എന്നുള്ളതാണ്. അതിന് താഴെ നമുക്ക് സ്പെയർ വീലും നൽകിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് 18 ഇഞ്ചാണ് സ്റ്റോക്ക്, 19 ഇഞ്ചാണ്. അപ്പോൾ ഒരു സൈസ് കുറവുള്ള നമ്മുടെ ഓൺലി നമുക്ക് സ്പെയർ ആയിട്ട് മാത്രം യൂസ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ സ്പെയർ വീല് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കിൽ സ്റ്റോറേജ് ഏരിയ വർദ്ധിപ്പിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ 60/40 രൂപത്തിൽ നമ്മുടെ സീറ്റുകൾ മടക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ 999 നമ്മുടെ ബാറ്റൊക്കെ പ്രൈസ് ചെയ്യുന്ന പോലെ ഒരു 999 ലിറ്ററിൻ്റെ സ്റ്റോറേജ് ആക്കി വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും. ജസ്റ്റ് ഒരു ബട്ടൺ പ്രസ് ചെയ്താലും ബൂട്ട് ക്ലോസ് ആവുകയും. ഇത്തരത്തിലാണ് നമ്മുടെ മൊത്തത്തിലുള്ള ഡിസൈൻ കാര്യങ്ങൾ വന്നിട്ടുള്ളത്. ചാർജ് ചെയ്യേണ്ട പോർട്ട് നമ്മുടെ സാധാരണ ഡീസൽ വാഹനങ്ങളിലുള്ള പോലെ തന്നെ ഈ ഒരു വശത്തായിട്ട് നൽകിയിട്ടുണ്ട്. ഇതിന് മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ വെഹിക്കിൾ ടു ലോഡ് ഫെസിലിറ്റി വരുന്നുണ്ട്. അതായത് ഇതിൽ നിന്നും ചാർജ് എടുത്തിട്ട് നമുക്ക് മറ്റൊരു ഇലക്ട്രിക് വാഹനം ചാർജ് ചെയ്യാം, അല്ലെങ്കിൽ ഇലക്ട്രിക്കിൻ്റെ ഗാഡ്ജറ്റ്സ് കാര്യങ്ങളൊക്കെ പ്രവർത്തിപ്പിക്കാം എന്നുള്ള ആ ഫീച്ചർ കാര്യങ്ങളൊക്കെ ഹൈ എൻഡ് വാഹനങ്ങളിൽ കാണുന്ന എല്ലാ ഫീച്ചേഴ്സും ടാറ്റ ഇതിൽ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് കേട്ടോ. ചാർജിങ് ടൈം കാര്യങ്ങൾ നമുക്ക് ഓടിക്കുമ്പോൾ വിശദമായിട്ട് പറയാം. അപ്പോൾ ഇതാണ് ഓവറോൾ ലുക്ക് വന്നുള്ളത്. ഒരു കാര്യം കാണിക്കാൻ വിട്ടുപോയത് നമ്മുടെ ഫ്രങ്കാണ്. ഫ്രങ്ക് നമ്മൾ തുടക്കത്തിൽ കേൾക്കുമ്പോൾ എന്താ സംഭവം എന്ന് ചിന്തിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ എന്തായാലും എല്ലാവർക്കും അറിയുന്നുണ്ടാവും, ഇലക്ട്രിക് വാഹനങ്ങളിൽ മുന്നിൽ എഞ്ചിൻ കാര്യങ്ങളൊന്നും വരാത്തതുകൊണ്ട് നമുക്ക് ഉള്ളിൽ സ്റ്റോറേജ് ഏരിയ അവിടെ സെറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. നമുക്ക് ഏകദേശം 35 ലിറ്ററിൻ്റെ അല്ലെങ്കിൽ 17 കിലോഗ്രാം വരെ ഭാരം കയറ്റാവുന്ന ഒരു ഏരിയ നമുക്ക് മുൻവശത്ത് വരുന്നുണ്ട് എന്നുള്ളതാണ്. ഇതിന് താഴെയാണ് നമ്മുടെ ഫ്രണ്ട് വീലിലേക്കുള്ള മോട്ടർ കാര്യങ്ങളൊക്കെ പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഇത് റിയർ വീൽ ഡ്രൈവിലേക്ക് പോകുന്ന സമയത്ത് ഇവിടെ കുറച്ചുകൂടി സ്പേസ് കൂടുതൽ ലഭിക്കുമെന്നുള്ളതാണ്. നമ്മളിപ്പോൾ ഓടിക്കുന്നത് 4-wheel ഡ്രൈവ് ആണ്. കാരണം എന്താ വെച്ചാൽ അത് പുറകിൽ മാത്രം മോട്ടർ വരുന്നുള്ളൂ, ഫ്രണ്ട് വീലുകൾക്ക് മോട്ടർ ഇല്ലാത്തതുകൊണ്ട് കുറച്ചുകൂടി ഡീപ്പായിട്ടുള്ളൊരു സ്റ്റോറേജ് ലഭിക്കുന്നുണ്ട്. നല്ല ഹെവി ആയിട്ടുള്ളൊരു ഹുഡാണ് വന്നിട്ടുള്ളത് കേട്ടോ. അത്യാവശ്യം ഹൈഡ്രോളിക് സ്ട്രെച്ച് ഒക്കെ കൊടുക്കായിരുന്നെങ്കിൽ കുറച്ചുകൂടി അടിപൊളിയായിരുന്നു എന്ന് പറയുന്ന രൂപത്തിലാണ്. എന്തായാലും ഇൻസുലേഷൻ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. എന്തായാലും ഇത് ഫ്രണ്ടിൽ നിന്ന് സൗണ്ട് ഒന്നും ഉണ്ടാക്കില്ല, എന്നാൽ പോലും അതൊക്കെ നൽകിയിട്ടുണ്ട് എന്ന് പറയാവുന്ന രൂപത്തിലാണുള്ളത്. ഇനി നമ്മുടെ റിയർ സീറ്റിലൊന്ന് കയറിയിരുന്ന് നോക്കാം. ഹാരിയറിൽ നമ്മൾ കാണുന്ന പോലെ വളരെ ചങ്കി ആയിട്ടുള്ള ഡോറാണ് വന്നിട്ടുള്ളത്.
ഓൾറെഡി ലെതർ കാര്യങ്ങൾ വരുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ ഭാഗമായിട്ടുള്ളൊരു റാപ്പിംഗ് കാര്യങ്ങൾ നമുക്ക് ഡോറിലും കാണാൻ സാധിക്കും. വളരെ തടിച്ച രൂപത്തിൽ തന്നെ ഡോർ ഹാൻഡിൽസ് ക്രോമിൽ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. 4 പവർ വിൻഡോസ് വന്നിട്ടുണ്ട്. അത് താഴേക്ക് നമ്മൾ പ്രസ് ചെയ്ത് പിടിക്കണം, മുകളിലേക്കും പ്രസ് ചെയ്ത് പിടിക്കണം. വൺ ടച്ച് അപ്പ് ആൻഡ് ഡൗൺ ഒന്നും കൊടുത്തിട്ടില്ല. അതൊക്കെ ഈ വിലയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതാണ് എന്നുള്ളതാണ് കേട്ടോ. പിന്നെ സൺഷൈഡ് കർട്ടൺ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ JBL സ്പീക്കേഴ്സ് നമുക്ക് കാണാൻ സാധിക്കും. 10 സ്പീക്കേഴ്സോളം നമുക്ക് ഈ ഒരു വാഹനത്തിൽ JBLതായിട്ട് വരുന്നുണ്ട്. വിത്ത് ഡോൾബി അറ്റ്മോസ് കേട്ടോ. വേറെ ലെവൽ എക്സ്പീരിയൻസ് ആണ്. അതിനെക്കുറിച്ച് നമുക്ക് ഓടിക്കുമ്പോൾ അല്ലെങ്കിൽ ഫ്രണ്ടിൽ കയറുന്ന സമയത്ത് വിശദമായിട്ട് പറയാം. ഇനി ഇൻറ്റീരിയറിലേക്ക് കയറുന്ന സമയത്ത് ഇതാണ് നമുക്ക് കിട്ടുന്നൊരു സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം കംഫർട്ടബിൾ ആയിട്ട് യാത്ര ചെയ്യാം, എത്ര ദൂരം വേണമെങ്കിലും ഇരിക്കാം എന്നുള്ളതാണ്. അതായത് ഇതിൻ്റെ സീറ്റുകൾ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു തിയേറ്ററിൽ സെറ്റ് ചെയ്യുന്ന പോലെയാണ്. നമുക്ക് ബാക്കിലേക്ക് വരുമ്പോൾ ഉയർന്നു വരുന്ന രൂപത്തിലാണ് എന്നുള്ളതാണ്. അത് ലക്ഷറി ഫീലും കാര്യങ്ങളും മാത്രമല്ല, ആ ഒരു ഇരിക്കുന്ന പൊസിഷൻ വരെ അടിപൊളിയായിട്ടാണ് ടാറ്റ സെറ്റ് ചെയ്തിട്ടുള്ളത്. അത് അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് എന്നുള്ളതാണ്. ഇനി ഇവിടെ ഇരിക്കുമ്പോൾ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ലെതർ സീറ്റ് വരുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. അതുപോലെ അത്യാവശ്യം കംഫർട്ട് കൂടുതൽ ലഭിക്കുന്ന രൂപത്തിലുള്ള ഹെഡ് റെസ്റ്റുകൾ നമുക്ക് നൽകിയിട്ടുണ്ട്. ആം റെസ്റ്റ് വരുന്നുണ്ട്, അതിൽ കപ്പ് ഹോൾഡേഴ്സ് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ മുൻവശത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 65 വാട്ടിൻ്റെ, അതായത് 2 ലാപ്ടോപ്പ് ഒരുമിച്ച് ചാർജ് ആവുന്ന രൂപത്തിൽ 2 പോർട്ടുകൾ നമുക്ക് സെൻട്രൽ കൺസോളിൻ്റെ ഭാഗത്തായിട്ട് നൽകിയിട്ടുണ്ട്. ഇവിടെ ചെറിയൊരു സ്റ്റോറേജ് ഏരിയ, നമ്മളിപ്പോൾ ഫോൺ ചാർജ് ചെയ്യുന്നതിൽ അത് വെക്കാനുള്ള ഒരു ഏരിയ കൊടുത്തിട്ടുണ്ട്. സീറ്റിന് പുറകിലായിട്ട് നമുക്ക് പോക്കറ്റുകൾ കാണാം. മാത്രമല്ല അപ്പോൾ AC വെൻ്റ് എവിടെ, പുറകിലേക്ക് AC വെൻ്റ് ഇല്ലേ ഉണ്ട്, അത് പില്ലറിലായിട്ടാണ് നൽകിയിട്ടുള്ളത്. ഈ ഭാഗത്തായിട്ട് നമുക്ക് AC വെൻസും കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ വളരെ വലിയ പാനോമിക് റൂഫ്, അതും റിയർ സീറ്റിൻ്റെ അത്രയും ഓപ്പൺ ആവുന്ന രൂപത്തിലാണ് കൊടുത്തിട്ടുള്ളത്. ജസ്റ്റ് നമുക്കൊന്ന് ഓപ്പൺ ആയി കാണിച്ചാൽ ശരിക്കും ഒരു ഫ്ലൈറ്റിലെ ഫസ്റ്റ് ക്ലാസ്സിൽ ഇരിക്കുന്ന ഒരു ഫീലോട് കൂടി നമുക്ക് യാത്ര ചെയ്യാനായിട്ട് പറ്റുമെന്നുള്ളതാണ് കേട്ടോ. അത് ബ്രാൻഡ് പറയുന്നതല്ല, അത് ആ രൂപത്തിൽ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ളതും മറ്റൊരു പ്രത്യേകതയാണ്. ഡീസൻ്റ് ആയിട്ടുള്ള തൈ സപ്പോർട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ ലെഗ് റൂം ഡീസൻ്റ് ആണ്. ഇനിയിപ്പോൾ ഈ ഒരു വശത്തിരിക്കുന്ന ആൾക്ക് ലെഗ് റൂം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു ബോസ് മോഡ് വരുന്നുണ്ട്. ഇവിടെ ഇരുന്ന് തന്നെ നമുക്ക് മുൻവശത്തെ സീറ്റിൽ കൺട്രോൾ ചെയ്യാം. റിക്ലൈനിങ്ങും അതുപോലെ തന്നെ മൂവ്മെൻറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇരുന്ന് കൺട്രോൾ ചെയ്യാമെന്നുള്ള ഫീച്ചർ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഓവറോൾ അടിപൊളിയായിട്ടുണ്ട് എന്ന് പറയാം. 7 എയർ ബാഗ് കാര്യങ്ങൾ ഇതിൽ വരുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് ഈ സൈഡ് എയർ ബാഗ് കാര്യങ്ങളൊക്കെ അതിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ നമുക്ക് കൂടുതലായിട്ട് ലഭിക്കുന്നുണ്ട്. മാപ്പ് ലാമ്പ് വശങ്ങളിലാണ് നൽകിയിട്ടുള്ളത്. LED ആണ് വന്നുള്ളത്. കാരണം എന്താ വെച്ചാൽ ഇവിടെയൊക്കെ മൊത്തം പാനോമിക് റൂഫ് വരുന്നതുകൊണ്ട് വശങ്ങളിലായിട്ട് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. അടിപൊളിയായിട്ട് യാത്ര ചെയ്യാം. അത് നിസ്സംശയം നിങ്ങൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ എക്സ്പീരിയൻസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പുറകിലിരുന്നിട്ട് എക്സ്പീരിയൻസ് ചെയ്ത് നോക്ക്. ഈ സെഗ്മെന്റിൽ മറ്റൊരു വാഹനത്തിലത്തെയും കംഫർട്ടോട് കൂടി നിങ്ങൾക്ക് യാത്ര ചെയ്യാനായിട്ട് പറ്റില്ല. ഇനി മുൻവശത്ത് ഡ്രൈവർ സൈഡ് കയറുന്നതിന് മുന്നേ ഞാൻ കീ ഒന്ന് കാണിച്ചു തരാം. ഇതാണ് ഹാരിയറിൻ്റെ കീ വന്നുള്ളത്. അടിപൊളിയായിട്ടില്ലേ? അപ്പോൾ ഇതിൽ ഒരുപാട് ഉപയോഗമുണ്ട്. റിമോട്ട് സ്റ്റാർട്ടിംഗ് ഒക്കെ നമ്മൾ സാധാരണ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇതിൽ നമുക്ക് റിമോട്ട് ഉപയോഗിച്ച് വാഹനം മൂവ് ചെയ്യിക്കാനായിട്ട്, ഡ്രൈവറിലെ ഒരു വാഹനം മൂവ് ചെയ്യിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിൽ നമുക്ക് ലോക്ക് അൺലോക്കും അതുപോലെ തന്നെ നമ്മുടെ ബൂട്ട് ഓപ്പൺ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഞാൻ നേരത്തെ പറഞ്ഞാൽ റിമോട്ടിൽ നമുക്ക് ഈ വാഹനം കൺട്രോൾ ചെയ്യാം. അതായത് പുറകിലേക്കും മുന്നിലേക്കും നീക്കാവുന്ന ഫീച്ചർ കാര്യങ്ങളൊക്കെ വന്നിട്ട് ജസ്റ്റ് അതൊന്ന് ഞാൻ കാണിച്ചു തരാം. അതിനുവേണ്ടി വാഹനം ലോക്ക് ചെയ്യുക. എന്നിട്ട് ആ ലോക്ക് ബട്ടൺ ഒരു 10 സെക്കൻഡ് നേരത്തേക്ക് ഹോൾഡ് ചെയ്താൽ ലൈറ്റൊക്കെ തെളിഞ്ഞു വന്ന് മീറ്ററൊക്കെ ഓണായി നമുക്ക് പോകാൻ റെഡിയായി എന്നുള്ളൊരു സിഗ്നൽ നമുക്ക് എന്ത് ലഭിക്കും. അതിനുശേഷം ഇതിൽ തന്നെ മുന്നിലേക്കും ബാക്കിലേക്കും നീക്കാനുള്ള കൺട്രോൾസ് കൊടുത്തിട്ടുണ്ട്. അത് മുന്നിലേക്ക് പ്രസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ കുറച്ച് നേരം പ്രസ് ചെയ്താൽ ഇതേ വാഹനം നമ്മുടെ അടുത്തേക്ക് വരുന്നത് കാണാൻ സാധിക്കും. മിററൊക്കെ അൺഫോൾഡായി. അപ്പോൾ അത്യാവശ്യം അതിൻ്റെ ക്യാമറ സെൻസേഴ്സൊക്കെ വർക്ക് ചെയ്യും. ഇതേ വരുന്നു, കണ്ടോ? ഡ്രൈവറില്ലാതെ വാഹനം നമുക്ക് കൺട്രോൾ ചെയ്ത് പ്രസ് ചെയ്ത് പിടിക്കണം. എപ്പോഴാണ് നമ്മളത് വിടുന്നത് അപ്പോൾ വണ്ടി നിൽക്കുകയും ചെയ്യും. അത്തരത്തിലാണ് ഇതിൻ്റെ ഒരു വർക്കിംഗ്. അതുപോലെ തന്നെ നമുക്ക് വാഹനം റിവേഴ്സ് കൊണ്ടുപോകാമെന്നുള്ളതാണ്. നേരെ ഓപ്പോസിറ്റുള്ള ഒരു കൺട്രോൾ യൂസ് ചെയ്തുകൊണ്ട് അത് പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്ത് പിടിച്ചാൽ വാഹനം ബാക്കിലേക്ക് പോകുന്നതാണ് സാധിക്കും. ഒരു 5 കിലോമീറ്റർ 6 കിലോമീറ്റർ സ്പീഡിലായിരിക്കും നമുക്ക് ഇതിൻ്റെ ഒരു സ്പീഡ് കാര്യങ്ങളൊക്കെ വാഹനം സ്വയം കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അത്തരത്തിലുള്ള ഒരു കൺട്രോൾ നമുക്ക് കീലായിട്ട് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത് നമുക്ക് ടൈറ്റ് ആയിട്ടുള്ള പാർക്കിങ്ങിലൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫീച്ചറാണ് എന്നുള്ളതാണ്. ഇനി മുൻവശത്തെ ഡോർ ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പുറകിൽ കണ്ട പോലെ തന്നെയാണ് കാര്യങ്ങൾ വന്നിട്ടുള്ളത്. ഡ്രൈവർക്ക് നമുക്കിത് 1 ടച്ച് അപ്പ് ആൻഡ് ഡൗൺ കൊടുത്തിട്ടില്ല. മുകളിലേക്ക് അപ്പ് കൊടുത്തിട്ടുണ്ട്, ഡൗൺ കൊടുത്തിട്ടില്ല കേട്ടോ. പാസഞ്ചർ സൈഡ് ആണെന്നുണ്ടെങ്കിലും അപ്പ് ആൻഡ് ഡൗൺ കൊടുത്തിട്ടില്ല. അപ്പോൾ അതൊക്കെ ടാറ്റ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യങ്ങളായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് ഇതൊക്കെ ഹോൾഡ് ചെയ്യാനൊക്കെ വളരെ സോളിഡ് ആയിട്ടുള്ള ഒരു ഫീൽ, നമുക്കൊരു ക്വാളിറ്റി വാഹനത്തിനകത്ത് മൊത്തത്തിൽ ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. താഴെ നോക്കി കഴിഞ്ഞാൽ ഇഷ്ടംപോലെ സ്റ്റോറേജ് ഏരിയ കാണാം. വിത്ത് അംബ്രല്ല ഹോൾഡർ അടക്കം നമുക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഫുഡ് റെസ്റ്റ് അത്യാവശ്യം യൂസ്ഫുൾ ആണെന്ന് പറയാം. പക്ഷേ ചെറിയ ആളുകൾക്ക് കേട്ടോ. അപ്പോൾ എൻ്റെ അത്ര ഹൈറ്റുള്ള ആൾക്ക് ഇതിൻ്റെ ഒരു ആവശ്യം വരുന്നില്ല. നേരെ കാലെടുത്ത് വെക്കാവുന്നേ ഉള്ളൂ. കാരണം ഇവിടെ ഏരിയയും കുറവാണ്. നമുക്ക് പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നത് അങ്ങനെ കൊടുക്കാൻ കഴിയുള്ളൂ. ഇല്ലെങ്കിൽ അത് ഡിസ്റ്റർബൻസ് ആയി മാറും വാഹനം ഓടിക്കുന്ന സമയത്ത് എന്നുള്ളത്. എന്തായാലും അത്യാവശ്യം കാര്യങ്ങൾക്ക് യൂസ് ചെയ്യാവുന്ന ഒരു ഫുഡ് റെസ്റ്റ് എന്ന് പറയാവുന്ന, ഫുഡ് റെസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല അല്ലേ, ഫുഡ് റെസ്റ്റ് എന്ന് പറയുമ്പോൾ ഫുഡ് സ്റ്റെപ്പാണ്. നമ്മൾ ബൈക്കിൻ്റെ ഓർമ്മയിൽ അങ്ങനെ പറഞ്ഞു പോയതാണ്. എന്തായാലും മെമ്മറി ORMs വരുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഫ്രണ്ടിൽ 2 നമുക്ക് മെമ്മറി സീറ്റ് വന്നിട്ടുണ്ട്. 1, 2, 3 എന്നുള്ള രൂപത്തിൽ 3 മെമ്മറി നമുക്ക് സെറ്റ് ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ ഞാൻ ആരോ സെറ്റ് ചെയ്ത് 1 കിടക്കുന്നുണ്ടാവും. 1 പ്രസ് ചെയ്താണ്ടോ സീറ്റ് ഓട്ടോമാറ്റിക് ആയിട്ട് ഹൈറ്റ് കൂടുന്നുണ്ട്.
അതിനനുസരിച്ച് അഡ്ജസ്റ്റ്. അപ്പോൾ നമ്മൾ ഒരു തവണ മെമ്മറി സെറ്റ് ചെയ്താൽ നമ്മുടെ അനിയൻ വന്നിട്ട് രണ്ടാമത്തേൽ സെറ്റ് ചെയ്തു, ഡാഡി വന്നിട്ട് നമ്മുടെ മൂന്നാമത്തേലൊക്കെ സെറ്റ് ചെയ്താൽ നമ്മൾ ഓരോ തവണയും വന്നിട്ട് കയറിയിട്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യേണ്ട. ജസ്റ്റ് 1 അല്ലെങ്കിൽ 2 ഓരോരുത്തർ കയറി ആ സെറ്റ് ചെയ്ത 1, 2 നമ്പർ ഞെക്കി കഴിഞ്ഞാൽ ആ പൊസിഷനിലേക്ക് സീറ്റും ORMs ഒക്കെ വരുമെന്നുള്ളതാണ്. അതും ഒരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഫീച്ചറായിട്ട് പറയാം. കൂടാതെ വെന്റിലേറ്റഡ് സീറ്റ് വരുന്നുണ്ട്, അതിൻ്റെ കൺട്രോളും ഈ ഒരു സീറ്റുകളുടെ സൈഡിലായിട്ടും കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. സോ ഇവിടെ ഇരിക്കുന്ന സമയത്ത് തൈ സപ്പോർട്ട് കാര്യങ്ങൾ അങ്ങനത്തെ ഒരു കാര്യത്തിൽ നമുക്ക് കുറവ് കാര്യങ്ങളൊന്നും ഫീൽ ചെയ്യില്ല എന്നുള്ളതാണ്. സ്റ്റിയറിംഗ് നോക്കുകയാണെങ്കിൽ നമുക്ക് ടിൽറ്റ് ഉണ്ട്, അതുപോലെ തന്നെ ടെലിസ്കോപ്പിക് ഫംഗ്ഷൻ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുപോലെ ഇല്ലുമിനേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ ടാറ്റയുടെ ഒരു മെയിൻ സാധനം ഉണ്ടല്ലോ, ഇല്ലുമിനേറ്റഡ് അല്ലെങ്കിൽ ആ ഒരു ടച്ച് പാനൽ പോലെ തോന്നിക്കുന്ന രൂപത്തിലുള്ള ഒരു സ്റ്റിയറിംഗ്, സ്മാർട്ട് സ്റ്റിയറിംഗ്, അത് നമുക്ക് ലഭിക്കുന്നുണ്ട്. അതിൽ ഇവിടെ ആയിട്ട് നമ്മുടെ അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോൾ പോലത്തെ കാര്യങ്ങൾ, അതായത് അഡാസ് ലെവൽ 2ൻ്റെ ഫീച്ചേഴ്സ് ഈ ഭാഗത്തായിട്ട് നമുക്ക് വരുന്നുണ്ട്. അതുപോലെ മീറ്ററിൻ്റെ കൺട്രോൾസ് കാര്യങ്ങളൊക്കെ ഇപ്പുറത്ത് നമ്മുടെ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി, ഫോണ് കാര്യങ്ങളൊക്കെ ഈ ഭാഗത്ത്, വോളിയം കൺട്രോൾ, മ്യൂട്ട്, അത്രയും കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. സാധാരണ നമ്മൾ ടാറ്റ വാനിൽ കാണുന്ന പോലെ കർവിൽ പോലുള്ള വാഹനങ്ങൾ കണ്ട ശീലിച്ച രൂപത്തിൽ തന്നെയാണ് നമുക്ക് സ്റ്റിയറിംഗ് വീലും അതുപോലെ തന്നെ അതിനുള്ള ലെതർ ഫിനിഷ് കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് എന്നുള്ളതാണ്. മൊത്തത്തിൽ ഇൻറ്റീരിയർ നോക്കുന്ന സമയത്ത് ആ ഒരു ടാറ്റയുടെ മറ്റ് നിരവധി വാഹനങ്ങളുമായിട്ട് നമുക്കൊരു സാമ്യം തോന്നാം എന്നുള്ളതാണ്. അപ്പോൾ ജസ്റ്റ് വാഹനം ഒന്ന് ഓൺ ചെയ്താൽ ഈ രൂപത്തിലാണ് ഓണായി വരുന്നത്. കൂടുതൽ 360 ക്യാമറയൊക്കെ ഓണായി വന്നിട്ടുണ്ട്. ഇതാണ് മീറ്റർ. ഇതൊക്കെ കർവിൽ ഇതുപോലെ സമാനമായിട്ടുള്ള ഗ്രാഫിക്സ് കാര്യങ്ങളൊക്കെ തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ഇവിടെ കൺട്രോൾ ചെയ്യാമെന്നുള്ളതാണ്. ഇതാ തരത്തിൽ മീഡിയ, നാവിഗേഷൻ, ഇൻബിൽഡ് നാവിഗേഷൻ ഇതിൽ വരുന്നുണ്ട്. അത് മറ്റൊരു പ്രധാന കാര്യം. നിങ്ങളൊരു ഫോൺ പെയർ ചെയ്യുക, ആപ്പിൾ കാപ്പിൾ, ആൻഡ്രോയിഡ് പെയർ ചെയ്യുക, അതൊക്കെ ഉണ്ട്. എന്നാൽ പോലെ അതിൻ്റെ ആവശ്യമില്ല. ഇൻബിൽഡ് ആയിട്ട് ടാറ്റയുടെ തന്നെ നമുക്ക് മാപ്പ് കാര്യങ്ങൾ വരുന്നുണ്ട്. 4 വർഷത്തെ സബ്സ്ക്രിപ്ഷൻ അതിന് ഫ്രീ ആയിട്ടും തരുന്നുണ്ട് എന്നുള്ളതാണ്. അത് വലിയൊരു കാലയളവാണ് കേട്ടോ, 4 കൊല്ലം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതിൻ്റെ ഒരുപാട് ഡീറ്റെയിൽസ് കാര്യങ്ങൾ നമുക്ക് അതിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് റേഞ്ച് കാണാൻ സാധിക്കും, ഇവിടെ സ്പീഡ് കാര്യങ്ങൾ, അതുപോലെ റീജനറേഷൻ ലെവൽ ഇപ്പോൾ 1 ആണ്, 2, 3 എന്നിങ്ങനെ ലെവൽസ് ഇവിടെ കാണിക്കും. റൈഡ് മോഡ് ഇപ്പോൾ സിറ്റിയാണ് കിടക്കുന്നത്, അത് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്പോട്ട്, അതുപോലെ തന്നെ സിറ്റി, എക്കോ, അതൊക്കെ അവിടെ കാണുക. അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാ കാര്യവും നമുക്കൊരു 10.4 ഇഞ്ചിൻ്റെ സ്ക്രീൻ പറഞ്ഞു തരും. ഇതിൻ്റെ വ്യൂ ആണെങ്കിൽ നമുക്ക് മാറ്റാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ് കേട്ടോ. അത് നമുക്ക് ഇത്തരത്തിലല്ല കാണേണ്ടതെന്നുണ്ടെങ്കിൽ കുറച്ച് സ്പോട്ടി ആയിട്ട് കാണണമെന്നുണ്ടെങ്കിലൊക്കെ അതിനുള്ള ഓപ്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ് എന്നുള്ളതാണ്. ഇത് സെറ്റിംഗ്സിൽ പോയി കഴിഞ്ഞാൽ ഡയൽ വ്യൂ കാണാനായിട്ട് സാധിക്കും. 1 ആണ് കിടക്കുന്നത്, ഡിജിറ്റൽ വ്യൂ ആക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ഡിജിറ്റൽ വ്യൂ എന്ന് പറയുമ്പോൾ ഇത്തരത്തിലേക്ക് മാറുന്നുണ്ട്. ഡയൽ വ്യൂ എന്ന് പറയുമ്പോൾ ഈ രൂപത്തിലേക്ക്, അതായത് ഇപ്പുറത്ത് നമുക്ക് നമ്മുടെ ടാക്കോമീറ്റർ, സ്പീഡോമീറ്റർ ഒക്കെ കുഞ്ഞതായിട്ട് ഒരുപാട് ഇൻഫർമേഷൻ സൈഡിൽ ലഭിക്കുന്ന രൂപത്തിലൊരു സാധനമായിട്ട് മാറി എന്നുള്ളത്. അപ്പോൾ അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെയൊക്കെ നമ്മുടെ ഡാഷ്ബോർഡൊക്കെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഒരുപാട് വാഹനങ്ങൾ നമ്മൾ കണ്ട ഒരു ഫീൽ നമുക്ക് ലഭിക്കുമെന്നുള്ളതാണ്. അപ്പോൾ ആ ഭാഗത്തേക്ക് നോക്കുമ്പോൾ പ്രധാനമായിട്ട് നമ്മുടെ കണ്ണിൽപ്പെടുന്ന സാധനം ഈ ഒരു സ്ക്രീനാണ്. ഇത് ഒരു രക്ഷയില്ല. വെറും ഒരു ഇൻഫർടൈൻമെൻറ്റ്, ഒരു ടച്ച് സ്ക്രീൻ എന്ന് പറഞ്ഞാൽ ഇവനെ പറഞ്ഞ് തീർക്കാൻ പറ്റില്ല എന്നുള്ളത്. 14.53 ഇഞ്ചിൻ്റെ സാംസങ് QLED ഡിസ്പ്ലേ ആണ് വന്നിട്ടുള്ളത്. വേറെ എന്ത് വേണം, ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജിയാണ് യൂസ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. അതിൽ നിരവധി ഇൻഫർമേഷൻ, എന്ത് രസമാണെന്ന് അറിയാം യൂസ് ചെയ്യാനായിട്ട്. നേരത്തെ പറഞ്ഞ പോലെ JBL വരുന്നുണ്ട്. അതിൻ്റെ നമുക്ക് ഡോൾബി അറ്റ്മോസ് അടക്കം ലഭിക്കുന്ന രൂപത്തിൽ അതിൻ്റെ സൗണ്ട് ഒന്ന് കേട്ടോ. ഇത് പാർക്ക് മോഡിൽ മാത്രമേ ഇട്ടു, അതായത് നമുക്ക് പാർക്കിങ്ങിൽ ഇട്ടാൽ മാത്രമേ നമുക്ക് ഇത് പ്ലേ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. കാരണം അമ്മാതിരി സൗണ്ടാണ്. അതുകൊണ്ട് ഒരു രക്ഷയില്ല എന്ന് പറയാവുന്ന രൂപത്തിലാണ്. അത് എന്തുകൊണ്ടാണ് പാർക്കിങ്ങിൽ മാത്രം എന്ന് പറഞ്ഞാൽ അത്രയും നമുക്ക് നോയ്സ്, സൗണ്ട് കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് പാർക്ക് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ഇതിൽ കേക്ക് വെച്ചാൽ തീർച്ചയായിട്ടും ഇലക്ട്രിക് വാഹനങ്ങളിൽ അത്രയും ഫീച്ചേഴ്സ് നമ്മൾ ഒരുപാട് കാണുന്നതാണ്. പ്രത്യേകിച്ച് സീറ്റിനൊക്കെ ഒരുപാട് ഫംഗ്ഷൻസ് കാര്യങ്ങൾ. ഇത് കാരണം ചാർജ് ചെയ്യുമ്പോൾ നമ്മൾ 1, 2, 3 മണിക്കൂറൊക്കെ ചാർജ് സ്റ്റേഷനിൽ നിൽക്കുമ്പോൾ ഇതിലൊക്കെ ആ ഒരു ഡോൾബി അറ്റ്മോസിൽ ഇട്ടിട്ട് ജിയോ ഹോട്ട്സ്റ്റാർ പോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. അതിലിട്ടൊരു സിനിമ കണ്ടുള്ള ഫീൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ 2 മണിക്കൂർ ചാർജിങ് പോകുന്ന അറിയില്ല. അമ്മാതിരി ഫീച്ചേഴ്സ് നമുക്കിതിൽ ടാറ്റ കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ നേരത്തെ പറഞ്ഞ ഡിജി ആക്സസ്, നമ്മുടെ ഫോണ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഇവിടെ കിടക്കുന്നുണ്ടായിരുന്നല്ലോ NFC കാർഡ് ഉപയോഗിച്ചിട്ട്, NFC കാർഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് കീക്ക് പകരം യൂസ് ചെയ്ത് ഉപയോഗിക്കാമെന്നുള്ളതാണ്. ക്ലൈമറ്റ് കൺട്രോൾ, കസ്റ്റമൈഡ് ടെറൈൻ, അതായത് നമുക്ക് ടെറൈൻ മോഡുകൾ 6 എണ്ണം വരുന്നുണ്ട്. അതിൽ ഒരെണ്ണം നമുക്ക് സെറ്റ് ചെയ്യാം, അതായത് നമ്മുടെ യൂസർക്ക് സെറ്റ് ചെയ്യാവുന്ന രൂപത്തിലാണ് വന്നിട്ടുള്ളത്. ഇവിടെയാണ് നമ്മളത് കൺട്രോൾ എടുക്കേണ്ടത്. ഇപ്പം നോർമലാണ് കിടക്കുന്നത്, അത് മാറിയിട്ട് നമുക്കിത് ഒന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് സ്നോ അല്ലെങ്കിൽ ഗ്രാസ് എന്നുള്ള മോഡിലേക്ക് വരും. അവിടുന്ന് മാറിക്കഴിഞ്ഞാൽ നമുക്ക് മഡ് റെഡ്സ് എന്ന് പറയുന്നത് വരും. അവിടുന്ന് മാറിക്കഴിഞ്ഞാൽ സാൻഡ് ഉണ്ട്.
പിന്നെ നമുക്ക് റോക്ക് ക്രോൾ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ വരുന്നുണ്ട്. പിന്നെ നമുക്ക് കസ്റ്റം മെയ്ഡ് നമ്മുടെ യൂസർ ചെയ്യേണ്ട രൂപത്തിലുള്ള ഒരു കസ്റ്റം മെയ്ഡ് സാധനം വരുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ 6ഓളം ഡ്രൈവ് മോഡ്സ് അല്ലെ ടെറൈൻ മോഡ്സ് വരുന്നുണ്ട്. ഇത് കൂടാതെയാണ് ഇവിടെയുള്ള ഡ്രൈവ് മോഡ്സ് നമുക്ക് വരുന്നത്. ഇത് എക്കോ, ഇത് സ്പോർട്ട്, പിന്നെ നോർമൽ, ഇത് ബൂസ്റ്റ് മോഡ്. അത് ഞാൻ ഓടിക്കുമ്പോൾ പറഞ്ഞു തരാട്ടെ എന്താണ് ആ ഒരു സാധനം എന്നുള്ളത്. തീർന്നിട്ടില്ല, നമ്മൾ 360 ഡിഗ്രി ക്യാമറ പലപ്പോഴും കേട്ടില്ലേ. ഇതിൽ വരുന്ന 540 ഡിഗ്രി ക്യാമറ ആണ്. മാത്രമല്ല ട്രാൻസ്പെറൻറ്റ് മോഡ് വരുന്നുണ്ട്. വാഹനത്തിന്റെ അടിഭാഗം വരെ നമുക്ക് കാണാം. അപ്പോൾ താഴ്ഭാഗത്ത് വല്ല കല്ലോ കട്ടറോ എന്തെങ്കിലും കുഴി ഉണ്ടെങ്കിൽ അത് വരെ നമ്മുടെ ക്യാമറയിൽ, വാഹനത്തിന് താഴെ എന്താ നടക്കുന്നത് വരെ നമുക്കിവിടെ അറിയാനായിട്ട്. ഓഫ് റോഡ് പോകുന്ന സമയത്തൊക്കെ വളരെ ഹെൽപ്ഫുൾ ആണ് അത്. കാരണം അത്രയും വലിയൊരു വാഹനമാണ് എന്നുള്ളതുകൊണ്ട്. ഇനി പാർക്ക് ചെയ്യുന്ന സമയത്താണെങ്കിലും കണ്ടോ, ഇതിലേക്കായും വ്യക്തമായിട്ടൊരു കാഴ്ച നമുക്ക് എവിടുന്ന് കിട്ടാനാണല്ലേ. അതും ഞാൻ ആദ്യമായിട്ട് എൻ്റെ വാഹനത്തിൽ ഇത്തരത്തിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നുട്ടോ. വേറെ ലെവലായിട്ടുണ്ട്. അതിന് കൂടാതെ നമ്മുടെ സാധാരണ 2D 4D പോലുള്ള മോഡുകൾ അതും ലഭിക്കുന്നുണ്ട്. വ്യക്തമായിട്ട് ചുറ്റുള്ളത് കാണാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം ട്രാൻസ്പെറൻറ്റ് മോഡ് വഴി ഇവിടെ പോയുള്ള കല്ലോ കാര്യങ്ങളുണ്ടെങ്കിൽ കാണിക്കാൻ, ഓഫ് റോഡ് പോകുന്ന സമയത്തുള്ള വിഷ്വൽ വേണമെങ്കിൽ ഇവിടെ കാണിച്ചു തരാം. അതുപോലെ ചുറ്റും നോക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ടോ, ഇവിടെയൊക്കെ എഴുതിയത് വരെ നമുക്ക് വ്യക്തമായിട്ട് വായിക്കാനായിട്ട് പറ്റുന്ന രൂപത്തിൽ അത്രയും ക്ലാരിറ്റി ഉള്ള ക്യാമറ നമുക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഒരു ബിഗ് ലേക്ക് നമുക്ക് ടാറ്റയ്ക്ക് കൊടുക്കാം. അമ്മാതിരി സാധനമാണ് ചെയ്തു വെച്ചിട്ടുള്ളത് എന്ന് പറയാം. ഇനി കൂടാതെ ആംബിയൻ ലൈറ്റിംഗ് ഇതിന് വരുന്നുണ്ട്. പിന്നെ നമ്മൾ പുറകിൽ 65 വാട്ടിൻ്റെ ചാർജിങ് ഓപ്ഷൻ കണ്ടെങ്കിൽ ഇവിടെ നമുക്ക് 45 വാട്ട് സി ടൈപ്പും ഒരു USB പവർ ഔട്ട്ലെറ്റ് കൊടുത്തിട്ടുണ്ട്. വയർലെസ് ചാർജർ താഴെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. പിന്നെ നമ്മുടെ ഗിയർ ലിവർ കാണാൻ സാധിക്കും. ഇതിൽ നമുക്ക് റിവേഴ്സ്, ന്യൂട്രൽ, ഡ്രൈവ്, പാർക്ക് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വന്നിട്ട് ഓട്ടോമാറ്റിക് പാർക്കിംഗ് വിത്ത് ഓട്ടോ ഹോൾഡ് ഫംഗ്ഷനോട് കൂടിയിട്ട് നമുക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഇവിടെ കുറച്ച് ടച്ച് പാനൽ കൺട്രോൾസ് കാര്യങ്ങൾ വരുന്നുണ്ട്. ഇത് നമ്മുടെ ചാർജിംഗ് പോർട്ട് ഓപ്പൺ ചെയ്യാനുള്ളതാണ്. ഫ്രണ്ട് ഡിഫോഗർ, റിയർ ഡിഫോഗർ, ഹസാർഡ് ലാമ്പ്, ബൂട്ട് ഓപ്പണിംഗ്, ലോക്ക് അൺലോക്ക്, 360 ഡിഗ്രി ക്യാമറ എടുക്കുന്നത്. ഇത് നമ്മുടെ ഒരു ലോ ക്രൂയിസ് കൺട്രോൾ അല്ലെങ്കിൽ ലോ സ്പീഡ് ക്രൂയിസ് കൺട്രോൾ എന്ന് പറയുന്നത്. നമ്മൾ 5 to 20 കിലോമീറ്റർ സ്പീഡിൽ ക്രൂയിസ് കൺട്രോൾ, നമ്മൾ സാധാരണ മീറ്ററിൽ ക്രൂയിസ് കൺട്രോൾ കാണുന്നതാണ്. ഏതാണ് നമ്മളൊരു 40-60 മുകളിൽ പോകുമ്പോൾ സെറ്റ് ചെയ്യേണ്ടത്. ഇത് അങ്ങനെയല്ല. ഇത് നമ്മൾ ചെറിയ സ്പീഡിൽ പോകുമ്പോഴും നമുക്ക് ക്രൂയിസ് കൺട്രോൾ സെറ്റ് ചെയ്യാം. അതും ഒരു ഇൻ്റലിജൻറ്റ് ആയിട്ടുള്ളൊരു തിങ്കിങ് ആണ്, ഒരു ഫീച്ചറാണ് എന്ന് പറയാവുന്ന രൂപത്തിലുള്ള ഒരു സാധനമാണ് കേട്ടോ. അത് ഓഫ് റോഡ് പോകുമ്പോഴാണെന്നുണ്ടെങ്കിൽ അത് ഇട്ട് കഴിഞ്ഞാൽ വെറുതെ സ്റ്റിയറിംഗ് മാത്രം ചെയ്താൽ മതി, ബാക്കി മൊത്തം കൺട്രോൾ വാഹനം എടുത്തോളും എന്നുള്ളതാണ്. അവിടുന്ന് താഴെയുള്ളത് മൊത്തം നമ്മൾ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളിലാണ്. 2 സോൺ ക്ലൈമറ്റ് കൺട്രോളാണ് വന്നിട്ടുള്ളത്. അതിൽ ഓൺ ഓഫ്, ഓട്ടോ അത്തരം കാര്യങ്ങളൊക്കെ ഇവിടെയാണ്. ഈ 2 നോബുകൾ വന്നിട്ടുള്ളത് നമ്മുടെ ഡുവൽ സോൺ ക്ലൈമറ്റ് കൺട്രോളിലാണ്. ഇത് നമ്മുടെ ഡ്രൈവർക്കുള്ള ടെമ്പറേച്ചർ, ഈ 2 AC വെന്റുകൾക്ക് ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാം. ഈ വശത്തെ ഇവിടെയും ആറ്റത്തിലുള്ള 2 AC വെന്റുകൾക്കുള്ള ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാവുന്ന രൂപത്തിലാണ് വന്നിട്ടുള്ളത്. പിന്നെ അത്യാവശ്യം ഭംഗി കൂട്ടുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്കിവിടെ, ഒരു ടെക്സ്ചർ കാര്യങ്ങളുണ്ട്, ഗ്ലോസി ബ്ലാക്ക് എലമെന്റ്, ലെതർ ടച്ച് ഉണ്ട്, അതിൽ തന്നെ ഒരു ബ്ലൂ സ്റ്റിച്ചിങ് വന്നിട്ടാണ്. അത്യാവശ്യം ഒരു പ്രീമിയം ഫീൽ ഇതിനകത്ത് ഇരിക്കുമ്പോൾ തോന്നുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു വെച്ചിട്ടുണ്ട് എന്ന് പറയാം. 2 കപ്പ് ഹോൾഡേഴ്സ് വന്നിട്ടുണ്ട്. സോഫ്റ്റ് ടച്ചിന്റെ പാഡിങ് കൂടി ഉള്ള ആംറസ്റ്റ് വന്നിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് സ്റ്റോറേജ് ഏരിയ വരുന്നുണ്ട് എന്ന് മാത്രമല്ല നമുക്ക് സി ടൈപ്പ് ചാർജിങ് പോർട്സ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. 12 വാട്ടിന്റെ ചാർജ് സോക്കറ്റ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ERM എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി ഞാൻ പറഞ്ഞതാണ്. ഇത് നമുക്ക് നോർമലി വേണമെങ്കിൽ ഒരു സാധാരണ ഒരു മിററായിട്ട് കണക്കാക്കാം. അല്ല എന്നുണ്ടെങ്കിൽ ഓഫ് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ പുറകിലിരിക്കുന്ന ആൾക്കാരൊക്കെ ഇതേ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ആ രൂപത്തിൽ ഉപയോഗിക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ ഇതിന് പല വ്യൂ ഉണ്ട്. അതും ഇതിൻ്റെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. കണ്ടോ, മുകളിലേക്കും താഴേക്കും പല ആംഗിളിലുള്ള വ്യൂ നമുക്ക് ഇത് ലഭിക്കുന്നുണ്ട്. പിന്നെ ഓൾറെഡി ഞാൻ പറഞ്ഞു റെക്കോർഡ് ചെയ്യാമെന്നുള്ളത്. അത് ഇവിടെ ഇപ്പോൾ റെക്കോർഡ് 1 മിനിറ്റ് 49 സെക്കൻഡ് ആയിട്ട് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിന് മുൻവശത്തായിട്ട് മറ്റൊരു ക്യാമറയും വരുന്നുണ്ട്, കാണാൻ സാധിക്കും. അപ്പോൾ മുന്നിലും ബാക്കിലും നമുക്ക് പ്രത്യേകിച്ച് ഒരു ഡാഷ് ക്യാം വാങ്ങേണ്ടതില്ല. ഇതിൽ ഓൾറെഡി വന്നിട്ടുണ്ട്, അത് റെക്കോർഡ് ചെയ്തുകൊണ്ട് ഇരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. മുകളിലേക്ക് നോക്കുകയാണെങ്കിൽ മാപ്പ് ലാമ്പിൻ്റെ കൺട്രോൾസ് ആണ് വന്നിട്ടുള്ളത്. അതുപോലെ നമ്മുടെ പാനോമിക് റൂഫിൻ്റെ ഒരു കൺട്രോൾ കൊടുത്തിട്ടുണ്ട്. വാനിറ്റി മിറർ വിത്ത് ലൈറ്റോട് കൂടി പാസഞ്ചർ സൈഡ് വന്നിട്ടുണ്ട്. ഡ്രൈവർ സൈഡ് നമുക്ക് വാനിറ്റി മിറർ ഇല്ല, അത് ഞാൻ എപ്പോഴും നോക്കുന്നത് കേട്ടോ. അപ്പോൾ അത്തരത്തിൽ കുറച്ച് കുഞ്ഞു കോസ്റ്റ് കട്ടിങ്ങൾ അവിടെ ഇവിടെയും കാണാനായിട്ടുണ്ട് എന്ന് പറയാം. JBL ബ്രാൻഡിങ് കാര്യങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു വേറെ ലെവൽ ഫീച്ചേഴ്സ് ഉള്ള ഒരു വാഹനം എന്ന് പറയാം. ഇനി ഇതൊന്നും അല്ല, ഇതിൻ്റെ മെയിൻ സാധനം അത് ഓടിക്കാനുള്ള ഫീലാണ്. നമുക്ക് ഓടിച്ചു നോക്കാം. ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്നാലും ഒരു കാര്യം ആദ്യം തന്നെ പറഞ്ഞുതരാം, മറ്റൊരു വാഹനവും ഈ സെഗ്മെന്റിൽ ഇതിൻ്റെ അടുത്തുപോലെ എത്തില്ല എന്ന് പറഞ്ഞാൽ ലിറ്ററലി അടുത്തുപോലെ എത്തില്ല. അത് തന്നെയാണ് കാരണം. ഇതിൽ മുന്നിലും പുറകിലും മോട്ടോർ വരുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ. മുന്നിൽ 2 വീലുകൾ ചലിപ്പിക്കാൻ നമുക്ക് ഏകദേശം 158 PS ഉള്ളൊരു മോട്ടോർ വരുന്നുണ്ട്. പുറകിലേക്കാണെന്നുണ്ടെങ്കിൽ 238 PS പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ടോർക്ക് നമ്മൾ റിയർ വീൽ ഡ്രൈവ് എടുത്താൽ വരെ 504 Nm ടോർക്ക് നമുക്ക് കിട്ടുന്നുണ്ട്. സോ പവർ എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റാണ്. നമുക്ക് അഗ്രസീവ് ആയിട്ടുള്ള ലുക്കോട് കൂടിയിട്ടും ഇതൊക്കെ ഡിസൈനിലൊക്കെ വണ്ടി ഇറങ്ങുന്നുണ്ടെങ്കിൽ പോലും ഇത്
കറക്റ്റ് ആ ഒരു ഹാരിയറിൻ്റെ ആനച്ചന്തത്തോട് കൂടിയിട്ടാണ് വന്നത്. പക്ഷേ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ആ ഒരു സ്വഭാവം പ്രതീക്ഷിക്കേണ്ട കേട്ടോ. പെർഫോമൻസ് അങ്ങേയറ്റാണ് പറയാനുള്ളത്. അതും സസ്പെൻഷനിൽ മാറ്റം കൂടി സംഭവിച്ചപ്പോണ്ടല്ലോ, രണ്ടും കൂടി ക്ലബ് ചെയ്തപ്പോൾ അന്യായ ഫീലായി വണ്ടി ഓടിക്കാനായിട്ട് എന്നുള്ളതാണ്. അത് അനുഭവിച്ചറിയാനുണ്ട്. ഇപ്പോൾ നമ്മൾ സിറ്റിയിലൂടെയും ട്രാഫിക്കിലൂടെയും അതുപോലെ അത്യാവശ്യം ഹൈവേയിലൂടെ ഒക്കെ പോയി, അതായത് ഹൈ സ്പീഡിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല കംഫർട്ടബിൾ ആയിട്ട് യാത്ര ചെയ്യാം, മുന്നിലും പുറകിലും ഒരുപോലെ ഇരുന്ന് യാത്ര ചെയ്യാം. ദൂരയാത്രകൾക്കൊക്കെ ടോപ്പ് ക്ലാസ് ആണ് തന്നെയാണ് ആ ഒരു കാര്യത്തിൽ നമ്മുടെ സസ്പെൻഷൻ ഫീഡ്ബാക്കിൻ്റെ കാര്യത്തിലൊക്കെ പറയാനുള്ളത്. ഇനി ഇതുപോലുള്ള ടോപ്പ് സ്പീഡിലൊക്കെ ഇപ്പോൾ നമ്മൾ 94 കിലോമീറ്ററിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു സ്ട്രെയിറ്റ് ഹൈവേ ആണ്, ഇടയ്ക്ക് അത്യാവശ്യം കർവ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോഴും നമുക്ക് സ്റ്റിയറിങ്ങിന് നല്ല ഫീഡ്ബാക്ക് തരുന്നുണ്ട്. അതായത് ഇതിൽ കൊടുത്തിട്ടുള്ള പവർ യൂസ് ചെയ്യാനുള്ള പവറാണ്, അതായത് യൂസ്ഫുൾ ആണ്. മറ്റേ നമുക്ക് ഒരുപാട് പവർ ഫിഗേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ആ ഒരു വാഹനം അതിനുള്ള ക്യാപ്പബിലിറ്റി ഉണ്ടോ എന്നുള്ളത് നമുക്ക് സംശയമായിരിക്കും. അത്രയും സ്പീഡിൽ പോയാൽ നമുക്കൊരു കോൺഫിഡൻസ് കുറവുണ്ടായിരിക്കും. പക്ഷേ ഇതിനകത്ത് നമ്മൾ സേഫാണ്, നമ്മൾ സെക്യൂർഡ് ആയിട്ടുള്ള ഒരു സീറ്റിൽ നമ്മൾ ഇരുന്നിട്ടാണ് ഓടിക്കുന്നത് എന്നുള്ളതുകൊണ്ട് ആ കാല് കൊടുക്കാനുള്ള ഒരു മനസ്സ് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നുണ്ട് എന്നുള്ളതാണ്. അത് കൂടാതെ നമുക്കിതിൽ ബൂസ്റ്റ് മോഡ് എന്ന് പറഞ്ഞൊരു മോഡ് ഞാൻ ഓൾറെഡി നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ വാഹനം നിർത്തിയതിന് ശേഷം അതൊന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ബൂസ്റ്റ് മോഡ് ഓൺ ആക്കുകയാണ്. 350 ഉണ്ടാകുന്ന റേഞ്ച് 317 മാറിയിട്ടുണ്ട്. സോ ഓൾ സെറ്റാണ്. ഇതിടുമ്പോൾ പ്രത്യേകം നമ്മളോട് സീറ്റ് ബെൽറ്റ് ഒക്കെ ഇടാൻ പ്രത്യേകം വീണ്ടും ഓർമ്മിപ്പിക്കുകയും ചെയ്യും കേട്ടോ. കാരണം അമ്മാതിരി പവറാണ്. ഒരു സൂപ്പർ കാറിൻ്റെ അത്രയും ഒരു 6.3 സെക്കൻഡ് കൊണ്ട് 0 to 100 എത്തുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. സോ നമ്മൾ അതിനാണ് പോയിക്കൊണ്ടിരിക്കേണ്ടത്. നമ്മളൊന്ന് നോക്കി നോക്കാം. 1 2 3 1 2 3 4 5 6 110 എത്തിയിട്ടോ. ഞാൻ 6 ഒക്കെ എണ്ണുമ്പോഴേക്കും 120 130 കിലോമീറ്റർ സ്പീഡിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. 160. എൻ്റെ മോനെ, ഒരു രക്ഷയില്ലാത്ത ഫീല്. ഇത് ശരിക്കും ട്രാക്കിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ്. എനിക്ക് തോന്നുന്നു ട്രാക്കിൽ ആരൊക്കെ ഓടിച്ചു തോന്നുന്നു കേട്ടോ. വീഡിയോ കണ്ടതായിട്ട് ഓർമ്മയുണ്ട്. അയ്യോ, ഇത് ഫുള്ളായിട്ട് നമുക്കൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ട്രാക്ക് തന്നെ വേണം. നമ്മളിപ്പോൾ ഈ ഒരു അത്യാവശ്യം ചെറിയ സ്ട്രെച്ച് കിട്ടിയപ്പോൾ തന്നെ 160 നിമിഷ നേരം കൊണ്ടാണ് ടോപ്പ് സ്പീഡ് കവർ ചെയ്ത്. അപ്പോൾ ടോപ്പ് സ്പീഡ് എനിക്ക് തോന്നുന്നു ഒരു 180+ ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും അടിപൊളി. നിങ്ങൾ ഹൈവേ ക്രൂയിസൊക്കെ ആണെന്നുണ്ടെങ്കിൽ നോക്കണ്ട, അതാ അത് ഓൺ ദ ഗോ നമുക്ക് മാറ്റാൻ പറ്റും. നമ്മൾ പോയിക്കൊണ്ടിരിക്കുക, ജസ്റ്റ് പെട്ടെന്ന് നമുക്കൊരു പാർക്കിംഗ് വേണം തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബൂസ്റ്റ് മോഡ് ഇടുക, കാല് കൊടുക്കുക, നമ്മളെ പുറകിലേക്ക് തള്ളി പിടിച്ചുകൊണ്ട് ഒരു പോക്കുണ്ട്. വലിച്ച് പായുന്ന ആ ഒരു ഫീലോട് കൂടിയിട്ട് 175 മീറ്റർ കാണുന്നുണ്ടോ? രക്ഷയില്ല. റീജനറേഷനും കൂടി ഉള്ളതുകൊണ്ട് നമുക്ക് ആ ഒരു എൻജിൻ ബ്രേക്കിന്റെ ഫീൽ കിട്ടുന്നതുകൊണ്ട് ബ്രേക്കിങ്, അതായത് ശരിക്കും റീജൻ യൂസ് ചെയ്തുകൊണ്ട് വേണം നമ്മൾ ഈ ഒരു പവർ എടുക്കാനായിട്ട് എന്നുള്ളതാണ്. കാരണം അത്രയും പവർഫുൾ ആയിട്ടാണ് വാഹനം നമ്മളെ വലിച്ചുകൊണ്ട് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് സ്റ്റോപ്പിംഗ് പവർ 4 ഡിസ്ക് ബ്രേക്കൊക്കെ വരുന്നുണ്ട്. അത്യാവശ്യം എനിക്ക് തോന്നുന്നൊരു ഒരു ഏറ്റവും ടോപ്പ് ക്ലാസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു പൊടിക്ക് താഴെ നിൽക്കുന്ന ഒരു ബ്രേക്ക് എഫിഷ്യൻസി ഒന്നും കൂടി ഇമ്പ്രൂവ് ചെയ്യാണ്ട് എന്നൊരു ഫീലാണ് ബ്രേക്ക് ചെയ്തപ്പോൾ കിട്ടിയത് കേട്ടോ. നമ്മൾ നോർമൽ ലെവലിൽ തന്നെ. അപ്പോൾ ഇത്രയും പവർഫുൾ ആയിട്ട് പോകുന്ന സമയത്ത് നമുക്ക് ആ ഒരു റീജൻ കൂടി നമ്മൾ യൂസ് ചെയ്താലേ നമുക്ക് കറക്റ്റ് ആ ഒരു നമ്മൾ മനസ്സിൽ വിചാരിച്ചെടുത്ത് വാഹനം നിർത്തിയെടുക്കാനായിട്ട് പറ്റുള്ളൂ എന്നുള്ളതാണ്. ബൂസ്റ്റ് മോഡ് അതിനൊരു 1.5 ലൈക്ക് ഞാൻ കൊടുക്കുകയാണ്. ഒരു രക്ഷയില്ലാത്ത ഫീലാണ് ഓടിക്കാനായിട്ട് എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞു, ഓവറോൾ എല്ലാം കൊണ്ടും ലുക്ക് ഹാരിയർ ഇഷ്ടമില്ലാത്ത, ഞാൻ പറയുന്ന ഹാരിയറിൻ്റെ ഡിസൈൻ ഇഷ്ടമില്ലാത്ത ഒരാളുണ്ടാവില്ല, അത് തീർച്ചയാണ്. പിന്നെ ഹെയ്റ്റേഴ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും ഇതിനോട് ടാറ്റോടുള്ള വിരോധം കൊണ്ടൊക്കെ പറഞ്ഞെങ്കിലേ ഉള്ളൂ. അല്ലെങ്കിൽ ഒരു എന്താ പറയുക, എല്ലാ കാലത്തും ഒരുപോലെ നിലനിൽക്കുന്ന ഒരു ഫീല് തരുന്ന, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഡിസൈൻ വരുന്നുണ്ട്. പെർഫോമൻസ് പക്കയാണ്. ശരിക്കും സൂപ്പർ കാറിൽ പോകുന്ന ഫീല് നമുക്ക് പല സ്ഥലത്തും ഇത് ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. പിന്നെ പ്രാക്ടിക്കാലിറ്റി, കാരണം ഒരുപാട് അങ്ങനെ ആക്കി ഇങ്ങനെ ആക്കി ഇപ്പോൾ ഇത്രയും പവർ കൊടുത്തപ്പോൾ സ്പോർട്സ് മോഡൽ ഒരു സാധനം എന്തെങ്കിലും വെച്ചാവട്ടെ അങ്ങനെയൊന്നുമില്ല. യൂസ്ഫുൾ ആയിട്ടുള്ള സാധനങ്ങൾ, പർപ്പസുള്ള ആവശ്യങ്ങൾ, പർപ്പസ് മീറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമേ ഇതിൽ കൊടുത്തിട്ടുള്ളൂ എന്നുള്ളത് ഇൻ്റലിജൻ്റ് ആയിട്ട് ഇതിൻ്റെ ഒരു ഡിസൈനേഴ്സ് അത് ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളത് മറ്റൊരു കാര്യം. പിന്നെ ബിൽഡ് ക്വാളിറ്റി, നമുക്ക് ഇതിനകത്ത് കയറുമ്പോഴും എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴും ഇതൊക്കെ ടച്ച് ആൻഡ് ഫീൽ ചെയ്യുമ്പോഴൊക്കെ കിട്ടുന്നൊരു എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ ഒരു നമ്മുടെ ഉള്ളിലേക്ക് അത് ഓട്ടോമാറ്റിക്കായിട്ട് കിട്ടുന്ന ഓരോ വാഹനം നമുക്ക് നമ്മളങ്ങനെ ഒരാളോട് ചോദിക്കുക, പറയുക, അല്ലെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കുക ഒന്നും വേണ്ട. ജസ്റ്റ് ഒരു വണ്ടിയുടെ അകത്തേക്ക് കയറിയിരിക്കുമ്പോൾ തന്നെ അവർക്ക് ഈ ഡോർ ഹാൻഡിലും സ്റ്റെയറിംഗിലും ഒക്കെ ഒന്ന് ടച്ച് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിലൊരു ഫീൽ കിട്ടും. ഓ ഇത് കൊള്ളാം, ആ ഒരു സാധനമൊക്കെ ഇതിനകത്ത് ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്.
അത് അടിപൊളിയായിട്ട് തോന്നിയിട്ട്. പിന്നെ ഒരുപാട് ടെക്നോളജി കാര്യങ്ങൾ നമ്മുടെ ഡ്രൈവിനെ ഈസി ആക്കാൻ വേണ്ടിയുള്ള ഒരുപാട് ടെക്നോളജി യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോൾ 20ലധികം ADAS ലെവൽ 2ൻ്റെ ഫീച്ചേഴ്സ് നമുക്ക് ഇതിൽ ലഭിക്കുന്നുണ്ട്. അത് കൂടാതെയാണ് നേരത്തെ പറഞ്ഞ പോലെ സ്ലോ ക്രൂയിസ് കൺട്രോൾ, ഓഫ് റോഡ് പോകുന്ന സമയത്ത് ചെറിയ സ്പീഡിൽ പോകുന്ന സമയത്ത് നമുക്ക് അത് ഓൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ സ്പീഡിൽ നമ്മുടെ ആക്സിലേറ്റർ ബ്രേക്ക് നമ്മൾ കൺട്രോൾ ചെയ്യാതെ വേണമെങ്കിൽ നമുക്ക് സ്റ്റിയറിംഗ് മാത്രം കൺട്രോൾ ചെയ്തുകൊണ്ട് വാഹനം മുൻപോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ 6ഓളം ടെറൈൻ മോഡ്, അതും ഞാൻ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തതാണ്. അപ്പോൾ അത്തരത്തിൽ ഇതൊക്കെ അഡാപ്റ്റീവ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് 4 വീൽ ഡ്രൈവ് വരുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ, അത് നമ്മുടെ ടെറൈൻ നമ്മൾ ഓടിക്കുന്ന രീതിയും നമ്മൾ പോകുന്ന റോഡും ഓട്ടോമാറ്റിക്കായിട്ട് വണ്ടി മനസ്സിലാക്കിയിട്ട് 4 വീലിലേക്ക് അല്ലെങ്കിൽ 2 വീലിലേക്കാണ് പവർ വേണ്ടതെന്ന് വാഹനം സ്വയം തീരുമാനിച്ചിട്ടാണ് ഈ പവർ ഡിസ്ട്രിബ്യൂട്ടിങ് പരിപാടിയൊക്കെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അത്രയും ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ടെക്നോളജി ഇതിൽ യൂസ് ചെയ്യുന്നുണ്ട്. അത് ബ്രില്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, ഫ്ലോലെസ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളതും മറ്റൊരു പ്രത്യേകതയാണ്. ഇപ്പോൾ നമ്മൾ ഓട്ടോ പാർക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കി, അത് ഫുൾ വീഡിയോയിൽ കാണിച്ചോ ഇല്ല അല്ലേ? ഓട്ടോ പാർക്ക് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കി, അതും കറക്റ്റായിട്ട് അത്യാവശ്യം നല്ല ടൈറ്റ് പാർക്കിങ്ങിൽ കയറുന്നുണ്ട്. അത് മാത്രമല്ല നമുക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ എന്നുള്ള 1 കോടിക്ക് വില വരുന്ന വണ്ടികളിൽ പോലും ഇല്ലാത്തൊരു ഫീച്ചറാണ് നമ്മുടെ മാർക്കിംഗ് ഇല്ലാത്ത സ്ഥലത്തൊക്കെ നമുക്ക് പാർക്കിംഗ്, അതായത് ഓട്ടോ പാർക്കിങ്ങിന് കറക്റ്റ് റോഡിൽ ലെയിൻസ് ഉണ്ടാവണം, അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷേ ഹാരിയർ അത് ലെയിൻസ് ഇല്ലാത്ത സ്ഥലത്ത് വരെ അടിപൊളിയായിട്ട് കറക്റ്റായിട്ട് പാർക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് വരെ ഉള്ളിലിരിക്കുന്ന നമുക്ക് പേടിയായി തോന്നും, അത്രയും ക്ലോസ് ആയിട്ട് വരെ പോയിട്ട് പോലും വാഹനം ഇത് കട്ട് ഓഫ് ആവുക അബോട്ടാവുക ഒന്നുമില്ലാതെ കറക്റ്റായിട്ട് പാർക്ക് ചെയ്യുന്ന എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഉണ്ടായത്. അപ്പോൾ അത്തരത്തിൽ ടെക്നോളജി വളരെയധികം ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട് എന്ന് പറയാം. ട്രാൻസ്പെറൻറ്റ് മോഡ് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അത് വാഹനത്തിന് അടിയിൽ വല്ല ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ പോലും നമുക്ക് കാണിച്ചു തരാണ്. ഇതിൽ കൂടുതൽ എന്താണ് നമ്മുടെ ഡ്രൈവ് ഈസി ആക്കാനായിട്ട് ഒരു വാഹനത്തിന് ചെയ്യാൻ പറ്റുക? ADAS ലെവൽ 2 ട്രാൻസ്പെറൻറ്റ് മോഡ്, 360 ക്യാമറ അല്ല 540 ഡിഗ്രി ക്യാമറ എല്ലാം കൂടി വന്നു കഴിഞ്ഞാൽ ടെക്നോളജിയിൽ ഇനി ഇതിന് മുകളിലേക്ക് ഇനിയിപ്പോൾ ഈ ഒരു ബഡ്ജറ്റിലൊന്നും ചെയ്യാനില്ലാത്ത രൂപത്തിലുള്ള ഒരു പ്രൊഡക്റ്റ് ആക്കിയിട്ടാണ് ടാറ്റ ഹാരിയർ EV ഇറക്കിയിട്ടുള്ളതെന്ന് പറയാം. നമ്മുടെ ഇൻഫർടൈൻമെൻറ്റ് ഫീച്ചേഴ്സും ഓഡിയോയുടെ ക്വാളിറ്റി കാര്യങ്ങൾ അങ്ങനെ A to Z നമുക്ക് ഓരോന്നും എടുത്ത് പറയാം. ഇത് ശരിക്കും ഒരാഴ്ച ഫുൾ ഓടിച്ചതിനെ പറ്റി പറഞ്ഞാലും തീരാത്ത അത്രയും അടിപൊളി കാര്യങ്ങളാണ് നമുക്ക് ടാറ്റ ഹാരിയർ EVയിലൂടെ ലഭിക്കുന്നത്. പിന്നെ സീറ്റിംഗ് ആണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം കംഫർട്ട് കാര്യങ്ങളുണ്ട്. നമുക്ക് ഈ ഒരു പൊസിഷൻ ആണെന്നുണ്ടെങ്കിൽ വ്യക്തമായിട്ട് ചുറ്റും കാണാൻ പറ്റുന്നുണ്ട് ഓരോ എന്താണ് എന്നുള്ളത്. അത്യാവശ്യം വലിയ മിറേഴ്സ്, നമ്മുടെ വാഹനത്തിൻ്റെ സൈസിനനുസരിച്ച് മിറേഴ്സ് തന്നെയാണ് കൊടുത്തുള്ളത്. അപ്പോൾ അതുകൊണ്ട് വ്യക്തമായിട്ടുള്ള കാഴ്ച നമുക്ക് ചുറ്റും ലഭിക്കുന്നുണ്ട്. പിന്നെ ഈ IRM ഇലക്ട്രിക് IRM അതും യൂസ്ഫുൾ ആണെന്ന് പറയാം. അപ്പോൾ അത് നോർമൽ സമയത്തൊക്കെ DRM ആയിട്ട് വർക്ക് ചെയ്യും, റെക്കോർഡ് ചെയ്യും. കൂടാതെ തന്നെ നമുക്കിതിൽ അതിൻ്റെ അതിൻ്റെ ആംഗിളുകൾ പലത് വരുന്നുണ്ട്, അത് സെറ്റ് ചെയ്യാം. ഇതിൽ ഇൻക്ലൂഡിങ് മൈക്കാണ് കേട്ടോ. അപ്പോൾ മൈക്ക് ഓഫാണ്, അത് ഓൺ ഓഫ് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ മൈക്കും ഉണ്ട്, നമ്മുടെ സൗണ്ട്, ഇതിനകത്തുള്ള സൗണ്ട് വരെ DRMൻ്റെ വീഡിയോയിൽ റെക്കോർഡ് ആകുമെന്നുള്ളതാണ്. അത്തരത്തിൽ നമുക്ക് ലക്ഷറി വേണമെങ്കിൽ ആ കാര്യങ്ങളെല്ലാം ഇതിൽ വരുന്നുണ്ട്. വെന്റിലേറ്റഡ് സീറ്റ്, മെമ്മറി സീറ്റ്, പവേർഡ് സീറ്റുകൾ, ബോസ് മോഡ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. ഇനി പവർ വേണമെങ്കിൽ ആ രൂപത്തിൽ വരുന്നുണ്ട്. ടെക്ക് വേണമെങ്കിൽ അങ്ങനെയും വരുന്നുണ്ട്. ഒരു ഓവറോൾ പാക്കേജാണ് ഹാരിയർ EV എന്ന് പറയുന്നത്. നിങ്ങൾ ഈ ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ ഒരു ഇലക്ട്രിക് വാഹനം നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ലിസ്റ്റിൽ ഉണ്ടാവേണ്ടത്, നിങ്ങൾ പോയിട്ടൊന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യേണ്ടതുമായിട്ടുള്ള ഒരു വാഹനമാണെന്ന് തീർച്ചയായിട്ടും പറയാനായിട്ട് സാധിക്കും. ഇനി ഇതിൻ്റെ റേഞ്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞാൽ ഏകദേശം 660 ഒക്കെയാണ് ക്ലെയിം ചെയ്ത് വരുന്നത്. എന്തായാലും ഒരു 500 കുറയാത്ത അല്ലെങ്കിൽ 490 ഒക്കെ റിയൽ മൈലേജ് നമുക്ക്, അല്ലെങ്കിൽ മൈലേജ് അല്ല റിയൽ റേഞ്ച് കിട്ടുമെന്ന് തന്നെ നമുക്ക് ഇന്ന് പ്രതീക്ഷിക്കാം. മൊത്തം 4 വേരിയൻ്റ് ആണ് വരുന്നത്. നമുക്കൊരു അഡ്വഞ്ചർ +S, ഫിയർലെസ്, എംപവേർഡ്, ഇങ്ങനെയാണ് 4 വേരിയൻറ്റ് വരുന്നത്. ഇതിൽ ആദ്യത്തെ 3 വേരിയൻറ്റിലും നമുക്ക് 65 കിലോവാട്ടിൻ്റെ ബാറ്ററി പാക്കായിട്ടും ടോപ്പിലെ 2 വേരിയൻറ്റ്, അതായത് എംപവേർഡിലും ഫിയർലെസ് പ്ലസിലും നമുക്ക് 75 കിലോവാട്ടിൻ്റെ ബാറ്ററി പാക്കായിട്ടാണ് ലഭിക്കുന്നത്. അപ്പോൾ ഒരു 500 കുറയാത്ത റേഞ്ച് നമുക്ക് കിട്ടും. അപ്പോൾ നമ്മുടെ ഉപയോഗത്തിനനുസരിച്ച് നമുക്ക് തിരഞ്ഞെടുക്കാം ഏത് രൂപത്തിൽ വേണം എന്നുള്ളത്, നമുക്ക് എത്ര റേഞ്ച് വേണം എന്നുള്ള കാര്യങ്ങളൊക്കെ. വീട്ടിലൊക്കെ ചാർജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു 7.2 കിലോവാട്ടിൻ്റെ 3 ഫേസ് ചാർജർ നമുക്ക് ഷോറൂമിൽ നിന്ന് കണക്ട് ചെയ്ത് തരും. അപ്പോൾ അതിലേക്കാണെന്നുണ്ടെങ്കിൽ ഒരു 10 മണിക്കൂർ കൊണ്ട് നമുക്ക് ബാറ്ററി ഫുൾ ചാർജ് ആക്കാനായിട്ട് സാധിക്കും. ഇനി നമ്മൾ DC ഫാസ്റ്റ് ചാർജിങ് ആണ് ചെയ്യുന്നതെങ്കിൽ, പുറത്തുനിന്നൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ 20% ഉള്ളത് 80% ആവാൻ വെറും 25 മിനിറ്റ് മതി എന്നുള്ളതാണ്. അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ് 15 മിനിറ്റ് ചാർജ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് 250 വരെ റേഞ്ച് നമ്മുടെ ഡിസ്പ്ലേയിൽ കാണിക്കും എന്നുള്ളത്. അത്രയും ഫാസ്റ്റ് ആയിട്ടുള്ള 120 കിലോവാട്ടിൻ്റെ ഒരു ഗ്രിഡിൽ വരെ ചാർജ് ചെയ്യാൻ പറ്റും. അത്രയും സപ്പോർട്ട് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് നമ്മുടെ ചാർജിങ്ങിനായിട്ടും നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അത്തരത്തിൽ ഓവറോൾ നല്ലൊരു പാക്കേജായിട്ട് നമുക്ക് നമ്മുടെ ഒരു ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ട് നോക്കുന്നവർക്കും അതുപോലെ തന്നെ സ്പോർട്ടി ആയിട്ടുള്ള വാഹനം നോക്കുന്നവർക്കും ഒക്കെ ഒരുപോലെ പരിഗണിക്കാൻ പറ്റുന്ന ഒരു മോഡലായിട്ട് ഹാരിയർ EV ഇപ്പോൾ മാറിയിട്ടുണ്ട്. പ്രൈസ് കാര്യങ്ങൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. കാരണം എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് എക്സ്ഷോറൂം പ്രൈസാണ്. ഓൺറോഡ് പ്രൈസ് കിട്ടുന്ന സമയത്ത് ഞാൻ എന്തായാലും ഒരു ഡിസ്ക്രിപ്ഷനിലും ആഡ് ചെയ്യും. അപ്പോൾ എന്തായാലും ഹാരിയർ EVയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കണം. അതുപോലെ നമ്മളിതിൻ്റെ റീൽസ് കാര്യങ്ങൾ പല ചെറിയ സാധനങ്ങളൊക്കെ കാണിക്കുന്ന റീൽസ് നമ്മുടെ ഇൻസ്റ്റയിലും പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഷെഫി പാഞ്ഞാൾ എന്നുള്ള ഇൻസ്റ്റ ഐഡിയിൽ കയറി നോക്കിയാൽ കാണാം. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കും. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. വീഡിയോ കണ്ടതിന് ഒരുപാട് നേരത്തെ വീഡിയോയിൽ കാണാം.
ബൈ ബൈ.